सहनावतु सहनौ भुनक्तु सवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति। ॐ ब्रह्मानन्दं परमसुखदं केवलं ज्ञानमुक्तिं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं सद्गुरुं गणानां त्वा गणपतिं भवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराज्यं ब्रह्मणां ब्रह्मणस्पद आनशृण्वन्नोतिभिः श्रीदधातनम्। ॐ महागणपतये नमः। ॐ सच्चिदानन्दरूपाय विष्णुपत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ध्यानमूलं गुरुर्मुक्तिः पूजामूलं गुरोपासनं मन्त्रमूलं गुरोपाक्यं मोक्षमूलं गुरोकृपा मोक्षमूलं गुरोकृपा। ഈ ക്ഷേത്രത്തിൽ നിന്ന് ആശ്രമത്തിലേക്കുള്ള നീക്കം, ഭക്തിയിൽ നിന്ന് അറിവിലേക്ക് ഞാൻ, സ്വർഗത്തിൽ നിന്ന് ആത്മാവിലേക്ക്, സംസാരത്തിൽ നിന്ന് മുക്തിയിലേക്ക്, ഈ പ്രയാണം, ഈ പ്രസ്ഥാനം, അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലത്ത് ഞാനതിന് തുടക്കം വെച്ചു. അപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ ഭക്തി വളർത്തിയത്, ഭക്തിയിലൂടെ ശുദ്ധി, മനഃശുദ്ധി. ശുദ്ധമായ മനസ്സുകൊണ്ട്, മനഃശുദ്ധി എന്ന് പറഞ്ഞാൽ നാം ഒന്നിനോടും പ്രതികരിക്കുന്നില്ല, ഒന്നിനോടും പ്രതികരിക്കാത്ത ഒരു മനോഭാവത്തെയാണ് ശുദ്ധി എന്ന് പറയുന്നത്. അതേ അവസരത്തിൽ വേണ്ട കാര്യങ്ങൾ എല്ലാം നാം ചെയ്യിച്ചു. അപ്പോൾ വളരെ ബോധത്തോടുകൂടി, അറിവോടുകൂടി നമ്മൾ ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കും. അപ്പം അറിവിൻ്റെ വെളിച്ചത്തിൽ നാം പ്രവർത്തിക്കുമ്പോൾ ഈ പ്രപഞ്ചം നമുക്കൊരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അറിവില്ലാതെയാണെങ്കിൽ അങ്ങനെ പോലെ വിടുകയാണ്. അപ്പോൾ ക്ഷേത്ര സംസ്കാരത്തിൽ നാം ആശ്രമ സംസ്കാരത്തിലേക്ക് പുണരേണ്ടതുണ്ട്. ക്ഷേത്രം ആവശ്യമാണ് നമുക്ക്, ആശ്രമവും ആവശ്യമാണ്. ഇത് രണ്ടും തമ്മിലൊരു ദ്വന്ദ്വം ഇല്ല, വൈരുദ്ധ്യമില്ല. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് നമ്മളൊരു ഒരു ചിത്രശലഭമായിത്തീരുന്നു. ആ ഒരു മാറ്റമില്ലാതെ ജീവിതത്തിന് സാർത്ഥകത വരുന്നത്. ഇതുപോലെ തന്നെ മൂർത്തിയിൽ നിന്ന് ഗുരുവിലേക്ക്. ക്ഷേത്രത്തിൽ നാം മൂർത്തിയെ കാണുന്നു, പൂജിക്കുന്നു, ഒക്കെ ആവശ്യമാണ്. പക്ഷെ അത് ആദ്യത്തെ പടിയാണ്. മൂർത്തിയിൽ നിന്ന് നാം ഗുരുവിലേക്ക് ചേക്കേറുന്നു. അപ്പൊ ഗുരുവായിട്ട് നമുക്ക് സംവാദം സാധിക്കും, മൂർത്തിയുമായിട്ട് സംവാദം സാധിക്കും. നമ്മളവിടെ പോയി പൂജിക്കുന്നു, ഭജിക്കുന്നു, തിരിച്ചു വരുന്നു. വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ ഗുരു സാമീപ്യം കൊണ്ട് വലിയ മൗലികമായ മാറ്റം നമ്മൾ സംഭവിച്ചു. അതുപോലെ തന്നെ പലപ്പോഴും നാം സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും. സ്വർഗകാമഹ യചേത, സ്വർഗമായിട്ടിരിക്കുന്ന ആൾ യജിക്കാൻ. അപ്പൊ യജ്ഞത്തിലൂടെ, അഗ്നിഹോത്രത്തിലൂടെയെല്ലാം നമുക്ക് സ്വർഗം
വെള്ളിത്തേത്തൻ ഉത്വ സർഗലോകം വിശാലം ക്ഷീണി പുണ്യെ മധ്യലോകം വിശന്തി. വീണ്ടും അവിടുന്ന് തിരിച്ചു വരും. അതാണ് ചില കുട്ടികൾ ജനിക്കുമ്പോൾ കരയും, സ്വർഗത്തിൽ നിന്ന് വന്നവരാണ്. ചില കുട്ടികൾ ചിരിക്കും, നരകത്തിൽ നിന്ന് വന്നവരാണ്. ഇവിടെ വളരെ സുഖമായി, അവിടെ വലിയ ദുഃഖമായി. അപ്പൊ ഇങ്ങനെ ഈ സ്വർഗകാമൻ ആത്മകാമനായിട്ട്. അപ്പൊ സ്വർഗം ബാഹ്യമാണ്, ദ്വൈതമാണ്. സ്വർഗത്തിൽ നാം ആത്മാവിലേക്ക് ആത്മാരാമനായിട്ട്. ഇത്തരത്തിലുള്ളൊരു മാറ്റം, ഇതാണ് നാം കാലത്ത് നമ്മൾ ചർച്ച ചെയ്തത്. ഈ മട്ടത്തിൻ്റെ ഒരു ഉപകരണമാണ് ഒരു താക്കോൽ, ഒരു പാൽ. അതാണ് തത്വമസി. തത്വമസി നാം വീണ്ടും കണ്ട കാലത്ത് ഈ അന്ധക്കരണ ശുദ്ധി നേടിയൊരു വ്യക്തി ഗുരുവിനെ സമീപിച്ച് ആത്മജ്ഞാനത്തിന് പ്രാർത്ഥിക്കുന്നു. തദ്വിദ്യ ഗുരുവിനെ സമീപിച്ച് പരിപ്രശ്നേന സേവയാ ഉപദേശിന്റെ ജ്ഞാനം ജ്ഞാനിന തത്വദർശനം. അപ്പൊ ഗുരു നമ്മളെ ഉപദേശിക്കുന്നു. എന്താ ഗുരു ഉപദേശിക്കുന്നത്? നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആനന്ദം, ആനന്ദത്തിന് വേണ്ടിയുള്ള അന്വേഷണമാണല്ലോ ജീവിതം. ദുഃഖത്തിന് ആരും അന്വേഷിക്കേണ്ടായിരുന്നു, ദുഃഖത്തിലാണ്. അപ്പൊ ആനന്ദത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ജീവിതം. നിങ്ങൾ അന്വേഷിക്കുന്ന ആനന്ദം നിങ്ങളുടെ സ്വരൂപമാണ്. അത് ബാഹ്യലോകത്തിലില്ല. ബാഹ്യലോകത്തിൽ നിങ്ങൾ കുറച്ച് സുഖങ്ങളും കുറച്ച് ത്രില്ലുകളൊക്കെ കിട്ടുന്നുണ്ട്. ത്രില്ല് നമ്മളെ നശിപ്പിക്കുന്നു. അപ്പൊ ആ ഒരു സുഖ സൗകര്യങ്ങളൊക്കെ ബാഹ്യലോകത്ത് നിന്ന് കിട്ടുന്നു. ഇതൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള സംഗീതം. സുഖ സൗകര്യങ്ങളെല്ലാം ബാഹ്യലോകത്ത് കിട്ടുമെങ്കിലും അതിൽ നമുക്ക് പൂർണ്ണമായ ആനന്ദം, ആത്മാരാമനത്തിലാണ്. അപ്പൊ ഗുരു പറയുന്നത്, നിങ്ങൾ ഇതുവരെ അന്വേഷിച്ച് നടന്ന ഈ ആനന്ദം, പുനരവിചരണം, പുനരവിമരണം, പുനരവിജനനി, ജഡരേ ശയനം, സംസാരേ വിസ്താരേ, ഹൃദയാപാരേ, പാരിമുരാരേ. അതിൽ നിന്നൊരു മുക്തി. ആ ഒരു ആനന്ദം ഗുരു പറയുന്നു നമ്മുടെ ഗുരുവാണ്. അങ്ങനെ പറയുന്ന ആളുകൾക്ക് ഗുരു എന്ന് പറയും. മറ്റുള്ള ആചാര്യന്മാർ കുറെ അറിവ് നൽകും. അപ്പൊ അറിവ് തരുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും ധർമാധർമ്മത്തിനെ കുറിച്ചുള്ള അറിവ് തരുന്ന ആൾക്കാരാണ് ആചാര്യന്മാർ. അത് നമുക്കറിയണം, എന്താണ് ശരി, എന്താണ് തെറ്റ്. ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ ശരിയും തെറ്റും നമുക്കറിയണം. അപ്പൊ ശരിയും തെറ്റും അറിയാൻ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല. ഒരു കളക്റ്റീവ് ഇന്റലിജൻസ്, അതാണ് വേദം എന്ന് പറയുന്നത്. സമഗ്രമായ ഒരു ബുദ്ധിയുടെ ഒരു ആവശ്യമുണ്ട് ശരി തെറ്റ് എന്തെന്ന് മനസ്സിലാക്കാനായിട്ട്. ഒരു വ്യക്തിനിഷ്ഠമായ ബുദ്ധി കൊണ്ട് സാധ്യമാണ്. അപ്പൊ അത് നമ്മൾ വേദത്തെ സമീപിക്കും. വേദം എന്ന് പറയുന്നത് നമ്മുടെ വളരെ വലിയ അനുഭവങ്ങളുടെ എല്ലാം അനുഭവത്തിൽ നിന്ന് വാർത്തെടുത്തിട്ടുള്ള അറിവുകളാണ് വേദത്തിൽ. വേദം എന്ന് പറയുന്നത്. അപ്പൊ വേദത്തിൽ വിധി നിഷേധങ്ങൾ പറഞ്ഞു. ഇത് ചെയ്യരുത്, ഇതാണ് നിങ്ങളുടെ കർത്തവ്യം, ഇതിൽ നിങ്ങൾ മാറുന്നു എന്നാണ് വേദത്തിൽ. അപ്പൊ ഈ വിധി നിഷേധങ്ങൾക്ക് ഉപരിയായിട്ട് നമ്മുടെ സ്വരൂപത്തെ കുറിച്ച് അതാണ് ഇപ്പൊ നമുക്ക് അറിവില്ല. ആരാണ് ഞാൻ എന്നൊരു ചോദ്യത്തിന് നമുക്ക് മറുപടിയില്ല. അത് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നട്ടന്നിരിഞ്ഞ് നടക്കുന്നത്. പുനരവിചരണം, പുനരവിചരണം എന്ന് ഭഗവാൻ ശങ്കരാചാര്യ അരുവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഗുരു നമ്മളെ ഉപദേശിക്കുക നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് കുറിച്ച് നോക്കുമ്പോൾ എന്നിട്ട് പറയും, മൂഢ, നിങ്ങൾ അന്വേഷിക്കുന്ന ആനന്ദം നിങ്ങൾ തന്നെയാണ് എന്നാണ് ഗുരു പറയുന്നത്. അതാണ് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ. അപ്പൊ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗാവിന്ദതി ഗോവിന്ദ. അതായത് ഈ ശരീരത്തെ ധരിച്ചു നിൽക്കുന്ന ആത്മതത്വത്തെയാണ് ഗോവിന്ദൻ. അപ്പൊ നാം ഉള്ളിലേക്ക് തിരിയണം. ഇതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഈ നാം അന്വേഷിക്കുന്ന ആനന്ദം നാം തന്നെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം? ഞാൻ സുഖമായിട്ടിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. സുഖമായിട്ടിരിക്കാൻ ഒന്നും ചെയ്യണ്ട.
എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഖത്തിൽ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. കാരണം തമ്മിലുള്ള ഈ സുഖത്തെ അറിയാതെയാണ് നമ്മൾ പലരും സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പൊ സുഖം എന്ന് പറഞ്ഞാൽ സുഷ്ടു ഖം. ഖം എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശം പോലെയാണ്, അതിരുകളില്ലാത്ത ആകാശമാണ് സുഖത്തിന്റെ സ്വരൂപം. അപ്പൊ ഉപനിഷത്തിൽ പറയും കം ബ്രഹ്മ ഘം ബ്രഹ്മ. ബ്രഹ്മം ആനന്ദമാണ്, നമ്മുടെ ആത്മാവിന്റെ സ്വരൂപം ആനന്ദമാണ്, അത് ആകാശം പോലെയാണ്. അപ്പൊ ഇത് പറയുന്ന ആളെയാണ് നാം ഗുരു. അത് പറയാത്ത ആൾക്കാരെ നമുക്ക് ആചാര്യൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഉപാധ്യായ എന്ന് പറയാം. ഇപ്പൊ കോളേജിലൊക്കെ നമുക്ക് കിട്ടുന്നത് അറിവ്. ആ അറിവ് ഭൗതികമായ അത് തരുന്ന ആൾ ഉപാധ്യായൻ. ധർമാധർമ്മങ്ങളെ കുറിച്ച് പറയുന്ന അതൊക്കെ ആചാര്യൻ. അപ്പൊ ആചാര്യൻ സ്വയം ആചരിക്കും, എന്നിട്ട് വേണം മറ്റുള്ളവരോട് പറയാൻ. സ്വയം ആചരിക്കാതെ സിഗരറ്റ് വലിച്ചുകൊണ്ട് സിഗരറ്റ് വലിക്കരുത്, കണ്ടുപിടിച്ചുകൊണ്ട് കണ്ടുപിടിക്കരുത് എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അപ്പൊ ആചാര്യന്റെ ഉത്തരവാദിത്തം കുറച്ചുകൂടി ആഴത്തിലുള്ള ഉത്തരവാദിത്തമാണ്. അത് സ്വയം ആചരിച്ച് കൊണ്ട് പറയാം. ഉപാധ്യായിക്കാൻ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പൊ അണുക്കളെയൊക്കെ കുറിച്ച് പറയുന്ന ആളെ ഉപാധ്യായൻ എന്ന് പറയും. അദ്ദേഹം അണുവായിട്ട് തരേണ്ട കാര്യമുണ്ട്, അവിടെ താതാത്മ്യമില്ല. പിന്നെയാണ് ഗുരു എന്ന്. അപ്പൊ ഈ ആശ്രമത്തിൽ നമ്മൾ ഗുരുക്കന്മാരാണ്. നമ്മുടെ ആത്മതത്വത്തെ കുറിച്ച് പറയുന്ന, നിങ്ങൾ അന്വേഷിക്കുന്ന ആനന്ദം നിങ്ങൾ തന്നെയാണെന്ന് പറയുന്നതാണ് ഗുരു. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഷേധമുണ്ടോ? വലിയ പ്രതിഷേധം. എന്നെ വിഡ്ഢിയാക്കി, ഞാൻ ഇത്രയും കാലം ഇതിനു വേണ്ടി അന്വേഷിച്ച് നടന്നിട്ട് അവസാനം പറയുന്നു ആനന്ദം നിങ്ങളുടെ പോക്കറ്റിലാണ്. അത് പലരും അംഗീകരിക്കില്ല. കാരണം ഈ തെറ്റ് നാം ആവർത്തിച്ച് പഴയ ജന്മങ്ങളിലൂടെ ആവർത്തിച്ചുകൊണ്ടിരുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നാം നമ്മെ തന്നെ ഡിഫീറ്റ് ചെയ്യുന്നു, നമ്മെ തന്നെ, നമ്മളെ ദുഃഖത്തെ നമ്മൾ അതിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതൊരു സ്വഭാവമായി തന്നെ ഇരിക്കുക. വളരെ കാലം ശീലിച്ചൊരു സ്വഭാവമല്ലേ, അതിനെ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതാണ് ഗുരുവിന്റെ നിർവചനം. ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം അദ്വൈതവത ആസിന്ധു. ഈ തത്വമസി എന്ന് ഉപദേശിക്കുന്ന മഹാവാക്യ ഉപദേശ കർത്താവിനെയാണ് ഗുരു. അപ്പൊ തത്വമസി എന്ന് പറയുന്നത് മഹാവാക്യമാണ്. തത്വമസി, ഇതിനെ മഹാവാക്യം, ഗ്രേറ്റ് പ്രൊക്ലമേഷൻ, വലിയൊരു പ്രഖ്യാപനം, നിങ്ങളെ നടുക്കുന്നൊരു പ്രഖ്യാപനം, നിങ്ങൾക്ക് പൂർണ്ണമായ ആനന്ദം തരുന്ന ഒരു പ്രഖ്യാപനം. അത് ത്വമസി. മൂന്ന് വാക്കുകളേ ഉള്ളൂ. അത് തത്വമസി എന്ന് പറയുന്നത് ഉപനിഷത്തിനെ ആറ്റിക്കുറിച്ച് എടുത്താണ്. ഉപനിഷത്തിന്റെ കേന്ദ്രഭാഗമാണ് തത്വമസി. ഉപനിഷത്ത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല. ഉപനിഷത്തിന്റെ അപ്പൊ പല ഉപനിഷത്തുകളുണ്ട്. ഈശാക്കേന കടപ്രശ്നം മുണ്ടകമാണ്ഡ്യ ചെറിയ സെഞ്ചരി, ഇങ്ങനെ 10-12 ഉപനിഷത്തുകൾ മുഖ്യമായിട്ട്. ഈ ഉപനിഷത്തുകളെ മുഴുവനും ആറ്റിക്കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് തത്വമസി എന്നുള്ള പ്രഖ്യാപനം, പ്രസ്ഥാനം പ്രഖ്യാപനം. ഇത് നമ്മളെപ്പോഴും മനസ്സിൽ കുറച്ചുണ്ട്. തത്വമസി. അപ്പൊ തത്വമസി എന്ന് മന്ത്രം ജപിക്കേണ്ട കാര്യമില്ല. തത്വമസി നമുക്ക് വിശകലനം. എന്താണ് തത്വമസി ഗുരു ഉദ്ദേശിക്കുന്നത് നമ്മൾ വളരെ ധ്യാനിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് തത്വമസി. അപ്പൊ ഇതിനെ മഹാവാക്യം, ഗ്രേറ്റ് പ്രൊക്ലമേഷൻ, വലിയ പ്രഖ്യാപനം. ഈ മന്ത്രം വേദങ്ങളിൽ മന്ത്രങ്ങളാണ്. വേദ വാങ്മയം മന്ത്രമാണ്. അത് മന്ത്രിക്കാനുള്ളതാണ്, വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ളതാണ്. ഒരു പ്രാവശ്യം ചെയ്യേണ്ടതാണ് അല്ലേ? അല്ലെങ്കിൽ പല വേദമന്ത്രങ്ങൾ, പുരുഷ സൂക്തം, ചമകം, നമകം, ഇതെല്ലാം മന്ത്രിക്കാനുള്ളതാണ്, വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ളതാണ്. മഹാവാക്യം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് അതിന് അനുധ്യാനമാണ്. ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ അനുധ്യാനം ചെയ്യേണ്ട ഒരു മഹാവാക്യം.
മഹാവാക്യം, മന്ത്രം. പിന്നെ വരുന്നതാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ എഴുതിയിരിക്കുന്നത് ശ്ലോകരൂപത്തിലാണ്. മഹാഭാരതം, ഭഗവത്ഗീത, ഇതെല്ലാം ശ്ലോകത്തിന് മീറ്ററും ചന്ദ്രബദ്ധമാണ് ശ്ലോകരൂപത്തിൽ. പിന്നെ സൂത്രരൂപത്തിൽ. ഇങ്ങനെ 4 രീതിയിലാണ് നമ്മുടെ ശാസ്ത്രം ചൊല്ലാൻ വേണ്ടി. മന്ത്രം, മഹാവാക്യം, സൂത്രം. സൂത്രം എന്ന് പറഞ്ഞാൽ എന്ത് സൂത്രമാണ്? ആർത്ഥത്തിലല്ലാതെ സൂത്രം. സൂത്രം എന്ന് പറഞ്ഞാൽ ഒരു ശൃംഖല, ഒരു നൂല്, പല പുഷ്പങ്ങളെ ഓർത്ത് ധരിക്കുന്ന നൂലല്ലേ, അതുപോലെയാണ് സൂത്രം എന്ന് പറയുന്നത്. ഒരു സൂത്രത്തിൽ പല അർത്ഥങ്ങളുണ്ട്. അഥാദോ ബ്രഹ്മജിജ്ഞാസ, അഥ ബ്രഹ്മ ജിജ്ഞാസ, ഇതിനൊക്കെ നമ്മൾ അർത്ഥം പറയും. എല്ലാ വാക്കിനും ഒരു ഛ എന്ന് വന്നാൽ അതിനർത്ഥം പറയും. സൂത്രത്തിന്റെ പ്രത്യേകത. അപ്പൊ സൂത്രരൂപത്തിൽ പല ഗ്രന്ഥങ്ങളും ഉണ്ട്. പതഞ്ജലി യോഗ സൂത്രം, നാരദ സൂത്രം, ബ്രഹ്മസൂത്രം, ഇങ്ങനെ സൂത്രം. വേദങ്ങൾ 4, എല്ലാവർക്കും അറിയാലോ. വേദങ്ങൾ 4, അതെല്ലാം മന്ത്രരൂപം. ആ മന്ത്രം ഛന്ദോബദ്ധം. ശിക്ഷാം വ്യാഖ്യാസ്യാമഃ മന്ത്രസ്വരഃ എന്ന് തൈത്തിരീയോപനിഷത്ത്. പിന്നെ അപ്പൊ ശ്ലോകം, മന്ത്രം, സൂത്രം, പിന്നെ മഹാവാക്യം. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന മഹാവാക്യത്തെ കുറിച്ചാണ്. അപ്പൊ ഒരു 3-4 മഹാവാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒരു മഹാവാക്യം ഒന്ന് തത്വമസി. എന്താ അതിന്റെ അർത്ഥം? പറയാം, പിന്നെ പറയാം. അത് പറയാനാണല്ലോ ഇന്നൊന്നും. തത്വമസി ചുറ്റി പറഞ്ഞാൽ അത് നീയാകുന്നു. ഏതാത്? നിങ്ങൾ അന്വേഷിക്കുന്നതാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന ആ ആനന്ദം, ബ്രഹ്മത്തിന്റെ സ്വരൂപം ആനന്ദമാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന ആനന്ദം അത് നിങ്ങൾ തന്നെയാണ്, അത് നീയാവും. അത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അപ്പോ നിങ്ങൾ അന്വേഷിക്കുന്ന ആനന്ദം നിങ്ങൾ തന്നെയാണ്. അതാണ് അതിന്റെ ചുരുക്കത്തിലുള്ള. അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം. അപ്പൊ ഒരു മഹാവാക്യം തത്വമസി. ഇത് ചാന്തോക്യ ഉപനിഷത്തിൽ 6-ാമത്തെ അധ്യായത്തിലാണ്. പിന്നെ ഒരു മഹാവാക്യം തത്വമസി എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മളറിയണ്ടേ? എന്താണ്? അപ്പൊ അതിനൊരു വ്യാഖ്യാനം. തത്വമസി എന്ന് പറയുന്നത് പ്രജ്ഞാനം ബ്രഹ്മ. പ്രജ്ഞാനം, അത് അറിവാണ്. പ്രജ്ഞാനം അറിവ്, അറിവിൽ ഉദിക്കുന്ന ആനന്ദമാണ്. അപ്പൊ അറിവുള്ളവനെ ആനന്ദമുണ്ട്, അറിവില്ലാത്തവന് ആനന്ദമില്ല. ഞാൻ കണ്ട കുരുടനെ പോലെയാണ്. ഓടി നടക്കുകയാണ്, അവിടെ ഇവിടെ ഓടി ഇവിടെ ഞെട്ടുമുട്ടും. അറിവുള്ളവനെ ആനന്ദമുണ്ട്. അതാണ് പ്രജ്ഞാനം ബ്രഹ്മ. ബ്രഹ്മത്തിന് നിർവചനമുണ്ട്. ബ്രഹ്മത്തിനും പല നിർവചനങ്ങളുണ്ട്. ഒരു നിർവചനം കം ബ്രഹ്മ. കം എന്ന് പറഞ്ഞാൽ സുഖമാണ്. ബ്രഹ്മത്തിന്റെ സ്വരൂപം സുഖമാണ്. മറ്റൊരു നിർവചനം പ്രജ്ഞാനം ബ്രഹ്മ. അപ്പൊ ഈ പ്രജ്ഞാനം ബ്രഹ്മ എവിടെയാണ് ഈ അറിവ്? ഈ അറിവിന്റെ സ്രോതസ് എവിടെയാണ്? അതറിയണ്ടേ നമ്മൾ? എവിടെയാണ് ഈ അറിവിരിക്കുന്നത്? ഏത് ബാങ്കിലാണ് ഈ അറിവിരിക്കുന്നത്? അപ്പൊ അറിവിരിക്കുന്നത് അയമാത്മാ ബ്രഹ്മ. അതാണ് അറിവ്. അവിടെയാണ്, നമ്മുടെ ഉള്ളിലാണ് ഈ അറിവ്. അപ്പൊ ഈ അറിവിന്റെ വെളിച്ചത്തിലാണ് നമ്മുടെ ചിന്തകളെയും നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ വിഖലതകളെയും ഈ മുഴുവൻ പ്രപഞ്ചത്തെയും നാം അറിയുന്നത് ഈ അറിവിന്റെ വെളിച്ചത്തിലാണ്. അപ്പൊ അറിവില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും അറിയാൻ കഴിയില്ല. അതിനൊരു പ്രകാശമാണ്, ചൈതന്യമാണ്. ഈ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മിലുള്ള ചിന്തകളെയും ഭയങ്ങളെയും പുറമേയുള്ള ലോകത്തെയും എല്ലാം നാം അറിയുന്നത്. കണ്ണു തുറന്നു കഴിഞ്ഞാൽ ലോകത്തെ കാണും. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ ലോകം നമ്മിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ലോകം, ഇന്ദ്രിയജന്യമായിട്ടുള്ള ലോകം നമ്മുടെ മനസ്സിൽ വൃത്തികളുണ്ടാകും.
ഈ വൃത്തികളെ പ്രകാശിപ്പിക്കലാണ് ചൈതന്യത്തിൻ്റെ സ്വരൂപം. ചൈതന്യം ഈ വൃത്തികളെ പ്രകാശിപ്പിക്കും. അപ്പോഴാണ് നാം പറയുന്നത്, ഞാനത് കാണുന്നു, ഇത് കേൾക്കുന്നു, എന്നെ നിങ്ങൾ തൊട്ടു, അല്ലെ നിങ്ങൾ എന്നെ പിന്നിൽ നിന്ന് തൊട്ടു എന്നൊക്കെ നമ്മൾ പറയും. പിന്നിൽ ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നില്ലേ കണ്ടു. കാരണം അത് ഒരു പ്രത്യേക ഇന്ദ്രിയത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. എന്താണത്? ത്വക്കിന്ദ്രിയം. അപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളിലേക്ക് പ്രവഹിക്കുന്ന ഈ അനുഭവങ്ങളെല്ലാം വൃത്തികളായിട്ട്, 5 വൃത്തികളായിട്ട്, ഈ 5 വൃത്തികളെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യം. അതിനാണ് ആത്മാവ്. അതാണ് നിങ്ങൾ. അപ്പൊ ഈ പെട്ടെന്ന് നമ്മൾ ഈ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും നമ്മൾ ഉണരുന്നത്. ശരീരം മനസ്സും എനിക്കുണ്ട്, പക്ഷെ അത് ഞാനല്ല. ശരീരം മനസ്സില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഉച്ചയ്ക്ക് വിശപ്പ് വരുമ്പോൾ ശരീരത്തെ കുറിച്ച് പോകുന്നു. അപ്പൊ ശരീരവും മനസ്സും നമുക്ക് ഉള്ളതാണ്, അത് ഞാനല്ല. അപ്പൊ ഈ ശരീര മനസ്സുകൾക്ക് ഉപരിയായിട്ടുള്ള ഈ ആത്മപ്രകാശമാണ്. ഈ ആത്മപ്രകാശത്തിലാണ് ശരീര മനസ്സിന്റെ അനുഭവങ്ങളെല്ലാം പൊന്തിമറിയുന്നത് എന്ന് ഉള്ള ഒരാൾ. അതിനെയാണ് അയം ആത്മാ ബ്രഹ്മ. അയം ആത്മാ. ഈ ആത്മാവാണ് ഈ വെളിച്ചം. ഈ വെളിച്ചത്തിലാണ് നമുക്ക് ഇവിടെ വെളിച്ചമുണ്ടല്ലേ, ഈ വെളിച്ചത്തിൽ നമ്മൾ പലതും കാണുന്നു. പക്ഷെ ഈ വെളിച്ചത്തെയും കാണുന്ന ഒരു വെളിച്ചം, അങ്ങനെ വെളിച്ചം വേണം. ഇരുട്ടിനെയും കാണുന്ന വെളിച്ചം. ഇവിടെ പെട്ടെന്ന് ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഇരുട്ടായി നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാൻ സാധിക്കും അല്ലേ? എനിക്കറിയാം. ഇങ്ങനെ അറിയാം, അതിനൊരു വെളിച്ചം വേണമെന്ന്. അപ്പൊ ഇരുട്ടിനെയും പ്രകാശത്തെയും വെളിവാക്കുന്ന പ്രകാശമാണ്. അതിനെയാണ് അയം ആത്മാ. അതുകൊണ്ട് എന്താ ആത്മാ എന്ന് പറയുന്നത്? നമ്മുടെ സ്വരൂപമാണ്. അതിന് ദൃക്ക് എന്ന് പറയും. ദൃക്ക്, കാണുന്നവൻ, അനുഭവിക്കുന്നവൻ. അപ്പൊ ദൃക്കാണ് നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു വസ്തുവാണ്. നമ്മൾ ആത്മാവ്, അയം ആത്മാ. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്നത് അടുത്ത മഹാവാക്യം. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മ. അപ്പൊ ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ നടക്കേണ്ട കാര്യമില്ല. അഹം ബ്രഹ്മാസ്മി. എന്താ നിങ്ങൾ എന്നെ കുറിച്ച് ആലോചിക്കുന്നത്? അഹം ബ്രഹ്മാസ്മി, അതായത് എൻ്റെ സ്വരൂപം ആനന്ദമാണ്. അത്രയേ ഉള്ളൂ. അതൊന്നുമില്ല, എൻ്റെ സ്വരൂപം അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവത്തിലേക്ക് നമ്മൾ എത്തണം. അത് പ്രഖ്യാപിക്കണം. ഇത് ഈ അഹം ബ്രഹ്മാസ്മി വരുന്നത് ബൃഹദാരണ്യോപനിഷത്തിലാണ്. ബൃഹദാരണ്യോപനിഷത്തിൽ ഒരു കഥയുണ്ട്. അതായത് ആദ്യ സത്ത്, അതിന് സത്ത് എന്ന് പറയും. ആ സത്ത് ചുറ്റും നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല, ഞാൻ മാത്രമേ. ആദ്യത്തെ അഹംബോധം ചുറ്റും നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. ഭയം തോന്നിയിരുന്നു. ഇതിന് ഭയം തോന്നി. ആരുമില്ലല്ലോ അല്ലേ? പെട്ടെന്ന് വീട്ടിൽ നിങ്ങൾ എനിക്ക് നോക്കുമ്പോൾ ആരുമില്ലെങ്കിലും ഭയം തോന്നില്ല. പിന്നെ അദ്ദേഹം വിചാരിച്ചു, ഭയത്തിന്റെ കാര്യം എന്താണ്? ആരുമില്ലല്ലോ, ആരുമില്ലെങ്കിൽ പിന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം നിർഭയനായിട്ടുള്ളത്. ദ്വൈതാത്തി ഭയം ഭവതി. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഭയം, ഇല്ലെങ്കിൽ ഭയത്തിന്റെ. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്, ആദ്യം അഹം ബ്രഹ്മാസ്മി, ഞാൻ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു സത്യം. അപ്പൊ അഹം ബ്രഹ്മാസ്മി 4ാമത്തെ മഹാവാക്യം. അപ്പൊ അഹം തത്വമസിയിൽ നാം ക്രമേണ അഹം ബ്രഹ്മാസ്മിയിലേക്ക് എത്തുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റൊരു ബോധം വരും. എന്താണത്? സർവം അരൂപിതം. ഞാൻ കാണുന്നതെല്ലാം എന്നുള്ള അറിവ്. ഇതിന് അന്യമായിട്ട് ഒന്നുമില്ല. സർവം കലൂപിതം. ഇതും ചാന്തോക്യോപനിഷത്തിലാണ്. സർവം കലൂപിതം. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ കാണുന്നതെല്ലാം സർവം ബ്രഹ്മമയം. നമ്മൾ പറയും സർവം വിഷ്ണുമയം. അപ്പൊ സർവം വിഷ്ണുമയം എന്ന് പറയുമ്പോൾ
നമ്മളെല്ലായിടത്തും വിഷ്ണു ഇങ്ങനെ അനന്തൻ്റെ പുറത്ത് കിടക്കുന്നത് കാണുന്നതാണ് എല്ലാവർക്കും. എവിടെ ഞാൻ നോക്കിയാലും വിഷ്ണു ഇങ്ങനെ അനന്തൻ്റെ പുറത്ത്. അങ്ങനെയാണ് ഞാനത് കാണുന്നില്ലല്ലോ. നിങ്ങൾ കാണുകയാണെങ്കിൽ എന്താ കുഴപ്പമുണ്ടെന്ന്. അപ്പൊ സർവം ബ്രഹ്മമയം ജഗത്, എല്ലാം ബ്രഹ്മമാണെന്ന് പറയുമ്പോൾ എവിടെയൊക്കെ നാം പോകുന്നുവോ, ആരൊക്കെയായിട്ട് നാം ബന്ധപ്പെടുന്നു, എന്തൊക്കെ നാം ചെയ്യുന്നുവോ, അപ്പോഴെല്ലാം നമ്മുടെ ആനന്ദത്തിന് ഭംഗം വരുന്നില്ല. പലരായിട്ട് നമ്മൾ ബന്ധപ്പെടും. ഇഷ്ടമുള്ള ആൾക്കാർ, ഇഷ്ടമില്ലാത്ത ആൾക്കാർ, ഇഷ്ടമുള്ള സ്ഥലം, ഇഷ്ടമില്ലാത്ത സ്ഥലം, പലരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നു. പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നു, പലതിലും നമ്മൾ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ആനന്ദത്തിന് അഭംഗുരമായിട്ട് ഉള്ള ആനന്ദാനുഭൂതി. ഇതിനെയാണ് സർവം ഖലുവിധം. അത് വരുമ്പോൾ എന്തായി? നമ്മൾ ആരെ കാണുമ്പോഴും ഇദ്ദേഹം ബ്രഹ്മം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. അല്ലേ? വിദ്യാ വിനയസമ്പന്നെ ബ്രാഹ്മണേ യവികത്തിനി ശുനിജൈവ ശുഭാഗേച്ച പണ്ഡിതാ സംദർശന. ഈ അറിവ് കിട്ടിയ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കഴിവ് അവർക്കുണ്ടാകുന്നു. എല്ലാവരും ആരെയും മാറ്റുന്നില്ല. അപ്പൊ നമ്മളെങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത്? എൻ്റെ ബ്ലഡ് പ്രഷർ കൂടുന്നു അല്ലേ? അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ കാണുന്നത്, ഇവർ വന്നാൽ ഞാൻ വരില്ല. ഇതൊക്കെയാണ് നമ്മുടെ. അപ്പൊ ഇവിടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു അവബോധം നമുക്കുണ്ടാകുന്നത്. ഇതിനെയാണ് ഞാൻ എല്ലായിടത്തും ബ്രഹ്മത്തെ കാണുന്നത്. അപ്പൊ ഒരാളെ നാം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ശാരീരികമായ ശരീരത്തെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താ ഉള്ളത് മനസ്സിലാക്കും. അപ്പുറത്ത് ഈ പുകമറകൾക്കെല്ലാം അപ്പുറത്ത് ഒരു സത്യമുണ്ട്. ആ സത്യത്തിലേക്കുള്ള ഉൾക്കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആരെയും വെറുക്കാൻ സാധ്യമല്ല. തൈരയം വിരുദ്ധ്യതേ, പിന്നെ നാം ആരെയും വിജുഗുപ്സതേ, അതിനുശേഷം നാം ആരെയും വെറുക്കുന്നില്ല. എല്ലാവരെയും നമ്മുടെ ഈ ബ്രഹ്മബോധത്തിൽ ഉൾക്കൊള്ളാനുള്ള കഴിവ് നമുക്കുണ്ടാകും. അത് എത്രമാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്നു അത്രമാത്രം നിങ്ങൾ ക്രിയേറ്റീവായി. എത്രമാത്രം ആൾക്കാരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു അത്രമാത്രം നിങ്ങളിൽ ആത്മാവിനും ഉദ്ദീപനം ഉണ്ടാകും. എത്രമാത്രം ആൾക്കാരെ നിങ്ങൾ അവഗണിക്കുന്നുവോ പുറന്തള്ളുന്നുവോ അത്രമാത്രം നിങ്ങളുടെ ആത്മാവ് അടിയിലേക്ക് പോകുന്നത്. ആത്മാവിന്റെ പൂർണ്ണമായ വിജൃംഭണം സാധ്യമല്ല, പൂർണ്ണമായ വിസ്താരം നമുക്ക് സാധ്യമല്ല. അതാണ് സർവം ഖലുവിധം ബ്രഹ്മ. ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ബ്രഹ്മാണെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു പ്രത്യേക ബ്രഹ്മസ്വരൂപത്തെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ഒരു അറിവിൻ്റെ ഒരു നിറം, ഒരു തലമാണ്. അറിവിൽ നിന്നും നമുക്ക് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയും ഒരവസ്ഥ. എല്ലാവരിലും ഈശ്വര ചൈതന്യമുണ്ടല്ലോ. ആ ഈശ്വര ചൈതന്യത്തെ ദീപിപ്പിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ നമ്മുടെ സാന്നിധ്യത്തിൽ മറ്റുള്ള ആൾക്കാർക്കുള്ള നമ്മുടെ സാന്നിധ്യത്തിൽ അവരുടെ ബ്രഹ്മതത്വത്തെ അറിയാൻ സാധിക്കണം. ചിലത്തെ ആൾക്കാരെയാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആരെയും ആരെയും വെറുക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥ. ഇതെല്ലാവർക്കും സാധ്യമാണെന്ന് ഞാൻ പറയില്ല. അതുകൊണ്ട് തന്നെ ആശ്രമത്തിൽ വളരെ കുറച്ച് ആൾക്കാർ, കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നു. അല്ല ഇദ്ദേഹത്തെ മാറ്റി നിർത്തും, ഇദ്ദേഹത്തെ വെറുക്കും നമ്മൾ പറയുന്നു. അപ്പൊ ഈ അതൊരു ട്രൈബൽ മെന്റാലിറ്റിയാണ്. പഴയ കാലത്ത് അങ്ങനെയാണ്. ചെറിയ ചെറിയ ട്രൈബുകളിലുള്ള ആൾക്കാരുടെ യുദ്ധം ചെയ്ത് സ്ഥലത്തിനും സ്ത്രീകൾക്കും വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥയെ വളരെ കാണും. നമ്മളതിന് പഠനം. അപ്പൊ സർവം ഖലുവിധം. പിന്നെ മറ്റൊരു മഹാവാക്യം ഓ. നിങ്ങൾ ഓന്നിൽ 3 അക്ഷരമുണ്ട്. എന്തൊക്കെയാണത്? ആ ഓ മ. ഈ ആ ഓമക്ക് മാത്രം ആ ഓമ മാത്രം വലിയൊരു ശാസ്ത്രമാണ്.
ഈ ഓം എന്നുള്ള തന്നെ വലിയൊരു ഒരു ഉപനിഷത്ത് തന്നെയുണ്ട്. മാണ്ഡവ്യ ഉപനിഷത്തില് അത് ഓമിന്റെ ചർച്ചയാണ്. അപ്പൊ നമ്മുടെ ശാസ്ത്രമനുസരിച്ച് മുഴുവൻ സൃഷ്ടിയും ഒരു ഓംകാരമാണ്. മുഴുവൻ സൃഷ്ടിയെ ഓംകാരം. ഓംകാരശ്ച അധശബ്ദശ്ച തദ്വേദോ ബ്രഹ്മണം. ബ്രഹ്മത്തിൽ ചെറിയൊരു ചലനം ഉണ്ടായിരുന്നു. ആ ചലനത്തിൽ നിന്നാണ് ഈ മുഴുവൻ പ്രപഞ്ചവും ഉണ്ടായത്. അവബോധത്തിൽ ചെറിയൊരു വൃത്തി സ്വ കാമയത ബഹുസ്യാം പ്രജായേതി സ്വതപോ തപ്യത സ്വതപസ്തത്വ ഇതകം സർവമസിതത. ആ ഒരു ചെറിയൊരു ചലനത്തിൽ നിന്നാണ്. അത് സ്വയം ഉണ്ടാക്കിയൊരു ചലനമാണ്. അല്ലാതെ വേറെ ആരെങ്കിലും വന്നൊരു ഇടി കൊടുത്തുകൊണ്ടൊരു ചലനമല്ല. സ്വയം സ്വമേധയ ഉണ്ടായ ഒരു ചലനം. ആ ചലനത്തിൽ അതിനാണ് സ്വകാമയത. ഒരു ആഗ്രഹം ഉണ്ടായി. എന്താണ് ആഗ്രഹം? അതിൽ ആഗ്രഹങ്ങളുടെ ചലനം. നിങ്ങൾക്ക് ആഗ്രഹമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് എവിടെയും പോകും. ഇവിടെ തന്നെ ഇവിടെ ഇരുന്ന് കളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് കാപ്പി വേണ്ടത്. അപ്പോൾ ഉടനെ തന്നെ അല്ലെങ്കിൽ അടുത്ത എന്താ അപ്പൊ ചെറിയൊരു അകലത്തിന്റെ അള വരുമ്പോഴാണ് നമുക്ക് ഈ പ്രവൃത്തികളെല്ലാം. അത് ബ്രഹ്മത്തിൽ ഒരാഗ്രഹം സ്വകാമയ. എന്താണ് ആഗ്രഹം? ബഹുസ്യാം പ്രജായേതി. ഈ ഞാൻ എൻ്റെ പൂർണ്ണതയെ ആവിഷ്കരിക്കട്ടെ, ഞാൻ ആവിഷ്കരിക്കണം. അപ്പം നിങ്ങൾക്കൊരു ഏതൊരു വസ്തുവിൻ്റെയും ഏതൊരു പൂർണ്ണത ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അതിനെ ആവിഷ്കരിക്കാനുള്ള ആഗ്രഹം ഇല്ല. നന്നായിട്ട് പാട്ട് പാടുന്ന രസം, നന്നായിട്ട് എൻ്റെ കാലം വന്നിട്ട് വല്ലതും പഠിച്ചു. അവരുടെ ഹൃദയം ഈ ഗാനം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ആരെ കണ്ടാലും ഞാൻ പാടുപാടാം ഇല്ലേ? ഞാനൊന്ന് പാടും, ഒന്ന് എന്നെ പാടാം. അത് അനുവദിച്ചില്ലെങ്കിൽ അവർക്ക് വലിയൊരു അവരുടെ ഈ പൂർണ്ണതയ്ക്ക് ഒരു ആവിഷ്കാരമുണ്ട്. ഇതുപോലെ ഈ പൂർണ്ണമായ ബ്രഹ്മം അദ്ദേഹത്തിന്റെ പൂർണ്ണതയുടെ ആവിഷ്കാരം. ഈ ആവിഷ്കാരമാണ് സ്വകാമയത ബഹുസ്യാം പ്രജായേതി. അതാണ് ഈ നക്ഷത്രമായിട്ടും ചന്ദ്രനായിട്ടും സൂര്യനായിട്ടും ഭൂമിയായിട്ടും സമുദ്രമായിട്ടും പർവ്വതമായിട്ടും പക്ഷികളായിട്ടും പണ്ടകമായിട്ടും പിന്നെ ഈ എല്ലാവിധ ആവിഷ്കാരങ്ങളും പൂർണ്ണതയുടെ ആവിഷ്കാരങ്ങൾ. നമ്മുടെ ആഗ്രഹങ്ങൾക്കൊരു പ്രത്യേകത. അതിന് കാരണം ഞാൻ പിന്നെ പറയും. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എന്താ പ്രത്യേക? അപൂർണതയിൽ ഉണ്ടാകുന്ന നമ്മുടെ സ്വഭാവം എന്താ വെച്ചാൽ അപൂർണനാണ്. എന്നെ ഒന്നും കൊള്ളില്ല, എനിക്കൊന്നും സാധ്യമല്ല, സ്വാമി അങ്ങേക്ക് എന്നെ അറിയില്ല, ഞാനിവിടെ ഇരിക്കുമ്പോൾ ബ്രഹ്മം പോലെ തോന്നിയിരിക്കലും അതൊന്നുമല്ല ഞാൻ. എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരേണ്ടതാണ് അല്ലേ? അപ്പൊ ഇത് നമുക്ക് നമ്മെക്കുറിച്ചുള്ള ഈ അറിവ് തെറ്റിദ്ധാരണയാണ്. വിചാരമില്ലാത്തൊരവസ്ഥയാണ്. വിചാരം എന്ന സഹതയമായാണ്. അപ്പൊ ആ ഒരു ഭാവത്തിൽ ഞാൻ അപൂർണനാണ് എന്നുള്ള ചിന്തയിൽ നിന്നുണ്ടാകുന്ന ആഗ്രഹങ്ങളാണ് നമ്മുടെ ആഗ്രഹം. ബ്രഹ്മത്തിന്റെ ആഗ്രഹം എങ്ങനെയാണ്? പൂർണ്ണതയിൽ ഉണ്ടാകുന്നത്. ഇപ്പൊ രണ്ടു തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. ഒന്ന് പൂർണ്ണതയിൽ നിന്ന്, മറ്റൊന്ന് അപൂർണതയിൽ. അപ്പൊ അപൂർണതയിൽ നിന്നുണ്ടാകുന്ന ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടിപ്പോയി നാം ഈ പ്രപഞ്ച വ്യാപാരം. പൂർണ്ണതയിൽ നിന്നാണെങ്കിലോ ഈ പ്രപഞ്ചം മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, ഒരു രംഗഭൂമിയായിട്ട് തീരും. അല്ലെങ്കിലോ പ്രപഞ്ചം രണഭൂമിയാണ്. അപ്പൊ പ്രപഞ്ചം നമ്മളിപ്പോ രണഭൂമിയാക്കിയിരിക്കുകയാണ്. എവിടെ പോയാലും യുദ്ധം അല്ല. യുക്രൈനിൽ യുദ്ധം, മറ്റേ കൊറിയയിൽ യുദ്ധം, പാലസ്തീനിൽ യുദ്ധം, നമ്മുടെ മനസ്സിൽ യുദ്ധം, വീട്ടിൽ യുദ്ധം, ബെഡ്റൂമിൽ യുദ്ധം, എല്ലായിടത്തും യുദ്ധമാണ്. എന്താ കാരണം? ഈ അപൂർണത ബോധമുണ്ടാണ്. അത് ഈ ബ്രഹ്മത്തിലുണ്ടാകുന്ന ഈ ചെറിയൊരു ചലനം, ഈ ചലനത്തിൽ നിന്ന് ആദ്യമായി ഈ ചലനമാണ് ഓമായിട്ട് തീരുന്നത്. അപ്പൊ ചലനത്തിന് 3 മാത്രകളുണ്ട്. ആ, ഊ, മ.
അപ്പൊ ചലനമില്ലാത്തൊരവസ്ഥയ്ക്ക് അമാത്രാണ്. അല്ല, നമ്മൾ പലപ്പോഴും ഇങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ മനസ്സിൽ വലിയ ചലനങ്ങളൊന്നും ശാന്തമായിട്ടിരിക്കും. പിന്നെ പെട്ടെന്ന് ഒരു ചിന്ത, പിന്നെ അതിന്റെ പിന്നാലെ കൊടുക്കും. ഇതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പൊ ആ മനസ്സിന് ഏറ്റവും ശാന്തമായിട്ടുള്ളൊരു ഭാഗം, അവിടെ മാത്രകളൊന്നും. മാത്രമെന്ന് ചിലപ്പോൾ ഈ മ്യൂസിക്കിലൊക്കെ നമ്മളൊരു വീണിൽ നിന്നൊക്കെ മ്യൂസിക് കേൾക്കുന്ന നമ്മളൊരു ചലനം ഉണ്ടാക്കും, പ്ലക്ക് ചെയ്യും. അപ്പോൾ അതിനൊരു ആംപ്ലിറ്റ്യൂഡും ഒരു അതിതൊന്നും ഇല്ലാത്തൊരു അപ്പൊ ചലനമില്ലാത്ത ഭാഗത്തെയാണ് നമ്മൾ അമാത്ര എന്ന്. അപ്പൊ ആ റൂമ് അതിന് ശേഷമാണ് അമാത്ര, സൈലന്റ്, ശാന്തി, സമാധാനം. ഇതെല്ലാം കൂടിയതാണ്. അപ്പൊ ഓമെന്ന് പറയുന്നത് വെറും ആ റൂമ് മാത്രമല്ല, അതിനുശേഷം വരുന്ന അമാത്രയും കൂടിയിട്ടാണ്. മാത്രമല്ല അവിടെ ചലനങ്ങളൊന്നും വൃത്തികളൊന്നും, ശാന്തമായിട്ട് സമുദ്രത്തിന്റെ അടിത്തട്ട്. അതിനെയാണ് നമ്മൾ തുരീയം എന്നൊക്കെ പറയും, തുര്യാവസ്ഥ. അതായത് ജാഗ്രത സ്വപ്ന സൃഷ്ടിക്ക് അതീതമായ തുര്യാവസ്ഥ. അത് തുരീയം ജാഗ്രത സ്വപ്ന സൃഷ്ടികൾക്ക് വിരോധമല്ല, അതില്ലാത്തൊരവസ്ഥയല്ല. ജാഗ്രത സ്വപ്ന സൃഷ്ടികൾ ഉള്ളപ്പോഴും അതിന് ആധാരമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഈ തുരീയം. അപ്പൊ ഞാൻ തുര്യത്തിലേക്ക് പോയി. തുര്യത്തിലേക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. തുര്യത്തിലേക്ക് പോയി നിങ്ങൾ തിരിച്ചു വരും, പോയി വെച്ചാൽ തിരിച്ചു വരുന്നത്. അപ്പൊ തുര്യത്തിലേക്ക് പോകാൻ സാധ്യമല്ല. തുര്യാവസ്ഥകൾ അറിവിൻ്റെ ഒരവസ്ഥയാണ്, അറിവിൻ്റെ അവസ്ഥ. അത് ഈ ആ ഓം എന്നുള്ള ആ ശബ്ദമാണ് ഈ മുഴുവൻ പ്രപഞ്ചം. അപ്പൊ നാം ഓം ഓം എന്ന് ചൊല്ലുമ്പോൾ ഗുരു നമ്മളെ ഉപദേശിക്കുന്നു, അല്ലേ? ഓം ഓം എന്ന് ചൊല്ലും. ഓം ഓം നമ്മൾ ആവർത്തിക്കുമ്പോൾ നമ്മൾ ഈ സമഷ്ടി പ്രപഞ്ചവുമായിട്ട് ലയം പ്രാപിക്കാൻ, എന്നിട്ട് വേണം നമുക്ക് അതിനുപരിയായിട്ട് ഓം ഓം ഓം. അപ്പൊ ദിവസവും നിങ്ങൾ ഓം എന്ന് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് സമാധി, അതായത് ഈ ഭാവത്തിൽ ഇരിക്കുകയാണ്. സമഷ്ടി പ്രപഞ്ചത്തിന്റെ താളലയത്തോട് യോജിച്ച് നമ്മുടെ ജീവിതത്തെ സ്വരൂപിക്കാൻ ഉപയോഗിക്കും. ഇപ്പം അങ്ങനെയല്ല, സമഷ്ടിയുടെ താളലയങ്ങളിൽ നിന്ന് ഭിന്നമായിട്ടാണ്. അതുകൊണ്ടാണ് രോഗമുണ്ടാകുന്നത്. പൂർവജന്മ കൃതം പാപം വ്യാധിരൂപേണ ഇതായത്. അത് ഈ സമഷ്ടിയിൽ നിന്ന് നമ്മൾ ഭിന്നമായി പോയതുകൊണ്ട് നമുക്ക് രോഗങ്ങളുണ്ടായിരുന്നു. അപ്പൊ രോഗമില്ലാത്തൊരവസ്ഥ എങ്ങനെയാണ്? അതിലേക്ക് നമ്മൾ ലയിക്കും. അപ്പൊ രോഗാവസ്ഥയ്ക്ക് സംസ്കൃതത്തിൽ എന്താ പറയാ? സ്വാസ്ഥ്യം. സ്വാസ്ഥ്യം, സ്വസ്മിൻ സ്ഥഃ സ്വസ്ഥഃ തസ്യഭാവം സ്വാസ്ഥ്യം. അപ്പൊ നമ്മിൽ തന്നെ നമ്മുടെ സ്വരൂപാവസ്ഥയിൽ ഇരിക്കുന്നതിനാണ് സ്വാസ്ഥ്യം. അതാണ് ആരോഗ്യം. മറ്റൊന്ന് ആരോഗ്യമല്ല. ശരീരം രോഗഗ്രസ്തം കളയരുത്. ശരീരത്തിന് കുറച്ച് രോഗമൊക്കെ ഉണ്ട്. ഒരു രോഗമില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം പ്ലാസ്റ്റിക് ശരീരമാണ്. കുറച്ച് രോഗമൊക്കെ ഉണ്ടാകും, അല്ലേ? ഓർഗാനിക് പഴമാണെങ്കിൽ അതിൽ ഒരു പുഴുവൊക്കെ ഉണ്ട്. ഇനോർഗാനിക് ആണെങ്കിൽ ഒരു പുഴു ഉണ്ടാകും, തെളിഞ്ഞിരിക്കും. പഴയത് കഴിച്ചുകൊണ്ട് ചെയ്യുന്നത്. അത് രോഗഗ്രസ്തല്ല. കുറച്ച് രോഗങ്ങളൊക്കെ ഉണ്ടാകും, കുറച്ച് വേദനയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു അറിവ്, എൻ്റെ സ്വരൂപം ആനന്ദമാണ്. എന്നപ്പോ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഈ മൂന്നവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ ജാഗ്രത അവസ്ഥയിലാണ്, ചില ആൾക്കാർ സ്വപ്നത്തിലാണ്, ചില ആൾക്കാർ സുഷുപ്തിയിലാണ്. എനിക്കറിയാം, കുഴപ്പമില്ല. ഇങ്ങനെയുള്ള ഈ മൂന്നവസ്ഥയ്ക്കും ആധാരം ചൈതന്യമാണ് നിങ്ങളുടെ സ്വരൂപം. അപ്പൊ സുഖമായിട്ട് ഉറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല, കുറുക്കം വലിക്കാൻ പാടില്ല. എന്തായാലും മറ്റുള്ളവർ ശല്യപ്പെടും. അവർ ഉറങ്ങുകയാണ്, അപ്പൊ അവർ ശല്യപ്പെടുത്താതെ നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കും. അപ്പൊ ഉറങ്ങുന്നത് വലിയൊരു കുറ്റമാണ് ഈ സ്വപ്നം കിട്ടിയത്. അപ്പൊ ജാഗ്രത, സ്വപ്ന, സുഷുപ്തിക്കും ആധാരമായിട്ടുള്ള ഈ ചൈതന്യമാണ് ഞാൻ. ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന ചൈതന്യം. അതിനെ അമാത്രാണ് പ്രകാശിക്കുന്നത്.
അപ്പൊ ഈ ഓം എന്നുള്ളത് ഒരു മഹാവാക്യമാണ്. എന്താ അവിടെ മഹാവാക്യം? ആ ഓം, അത് മൂന്നും കൂടിയത് ഈ അമാത്രയിൽ നിന്ന് ഉണരുന്നതാണ്. അപ്പൊ ആ ഓം ഈസിക്കൽ ടു അമാത്ര, ശബ്ദം ഈസിക്കൽ ടു നിശബ്ദം. അപ്പൊ ശബ്ദത്തിൽ നിശബ്ദനായിട്ടിരിക്കാനും കഴിയും. മഹാബഹളമായാലും നമ്മൾ ശാന്തമായി പറയില്ലേ, ഈ സ്വാമി ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുക. എത്ര പറഞ്ഞാലും ഒന്നും മനസ്സിലാവും, എത്ര പറഞ്ഞാലും പ്രതികരിക്കുന്നില്ല, എന്തൊക്കെ ചെയ്താലും പ്രതികരിക്കുന്നില്ല. സ്വാമി എല്ലാം അറിഞ്ഞ് ഇരിക്കാം, എല്ലാം അറിഞ്ഞ്. മുത്തശ്ശിമാരുണ്ട്, കുട്ടികളെ വഴക്കടിക്കുമ്പോൾ മുത്തശ്ശി രാമരാമ, ഞാൻ മുത്തശ്ശിമാരെ വഴക്കടിച്ചിട്ടാണ്. അപ്പൊ ഇതുപോലെ ശാന്തമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിശബ്ദത. അപ്പൊ നിശബ്ദത നമ്മുടെ ആത്മാവിന്റെ സ്വരൂപമാണ്. ശബ്ദം മനസ്സില്, ശബ്ദം ലോകത്തില്. അപ്പൊ ലോകത്തിൻ്റെയും മനസ്സിൻ്റെയും അടിയിലേക്ക് പോയി ആത്മാരാമനായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും നിശബ്ദം, നിങ്ങൾ ഒരിക്കലും പ്രതികരിക്കുന്നില്ല. അപ്പൊ ഇംഗ്ലീഷിൽ പറയും റിയാക്ഷൻ ആൻഡ് റെസ്പോൺസ്. റിയാക്ഷൻ എന്ന് പറയുന്ന ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിയാക്ഷൻ ഇല്ലാതെ റെസ്പോണ്ട് ചെയ്യും. അപ്പൊ ഈ ഓം എന്നുള്ള വലിയൊരു മഹാവാക്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മഹാവാക്യം. അപ്പൊ എന്തൊക്കെയാ മഹാവാക്യം? തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, പിന്നെ അഹം ബ്രഹ്മാസ്മി, ഓം, പിന്നെ സർവം ഖലു ഇദം ബ്രഹ്മ. ഇത്രയും കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഉപനിഷത്തിനാണ് വേദത്തിന്റെ സാരം. വേദസാരമാണ് സർവോപനിഷത്തോ ഗാവോ. എല്ലാ ഉപനിഷത്തിൻ്റെയും ഉപനിഷത്ത് വേദസാരം. ഉപനിഷത്തിന്റെ സാരമാണ് ഭഗവതി, ഭഗവതിയുടെ സാരമാണ് നിങ്ങൾ. ഈ ഭഗവതിയുടെ സാരം രക്ഷിക്കേണ്ട കാര്യമില്ല. ഏതാണ് അതിന്റെ സാരം? ഞാൻ തന്നെ. അഹം അഹം അഹം, ഞാൻ തന്നെയാണ് അതിന്റെ ഭഗവതി. ഭഗവതി എല്ലാം പഠിച്ചു, മനപാഠം പഠിച്ചു. എന്തെങ്കിലും ഗുണമുണ്ടായോ? ഒരു ഗുണമുണ്ടായി. അപ്പൊ ഭഗവതിയുടെ സാരമാണ് ഞാൻ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെയുള്ള മഹാവാക്യം. അപ്പൊ വേദമാണ് നമ്മുടെ എല്ലാ അറിവിൻ്റെയും അടിസ്ഥാനം. അത് ഈ ആത്മീയമായ അറിവിൻ്റെ അടിസ്ഥാനം വേദമാണ്. വേദത്തിൻ്റെ സാരമാണ് ഉപനിഷത്ത്, ഉപനിഷത്തിൻ്റെ സാരമാണ് തത്വമസി. അതിങ്ങനെയുള്ള ആ തത്വമസി ആരാണ്? ഇതാണ് അവസാനം ഞാൻ എന്നിലേക്ക് എന്നെ എത്തിച്ചു. അതേ ഓടി നടന്നു പരിഭ്രമിച്ചു. അവസാനം ഞാൻ എന്നിലേക്ക്. ഇത് പറയുമ്പോൾ നിങ്ങൾ സമാധിക്കും, നിങ്ങൾ സ്വസ്ഥനായി. അപ്പോൾ നിങ്ങൾക്ക് ശക്തിയിരിക്കാൻ പറ്റും. നല്ല രീതിയിൽ ജീവിപ്പ് സാധ്യമല്ല. വേറെ ആണിയില്ല, ആണി ഇരിക്കുന്നതായിട്ട് പരിഭ്രമം ഉണ്ടാകും. അപ്പം ഈ തത്വമസിയെക്കുറിച്ചുള്ള വിശകലനമാണ്, മഹാവാക്യ വിചാരമാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. എന്താണ് തത്വമസി? എൻ്റെ വിചാരമാണ്. അപ്പൊ ഈ വിചാരത്തിലൂടെ നമുക്ക് ആത്മപ്രാപ്തിയും ആനന്ദവും സദാനന്ദം, നോട്ട് കാതാചിത്താണ്. ഇടയ്ക്കിടയ്ക്കുള്ള സുഖമല്ല മൃഗം. ലഡ്ഡു കഴിക്കുമ്പോൾ, ജലേബി കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാകില്ല. ആ സുഖത്തെക്കുറിച്ചെല്ലാം ആത്മനിഷ്ഠമായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള സുഖം. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് പൂർണ്ണമായി ഇടപെടണമെങ്കിൽ ഈ ആത്മസുഖം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ജീവിതം ഒരു രണഭൂമിയായിട്ട് യുദ്ധം യുദ്ധം തെജ, ഒരു സമയം യുദ്ധം തെജ. അപ്പൊ ഇനി നമ്മൾ ഈ 2 ദിവസം ചർച്ച ചെയ്യാൻ പോകുന്നത് തത്വമസി. വേറെ ഒന്നും പഠിക്കേണ്ടെന്നാണ്, സുഖമായി. വേറെ ഉപനിഷത്ത് പഠിക്കേണ്ട, സംസ്കൃതം പഠിക്കേണ്ട,
ഭഗവാൻ ശങ്കരാചാര്യ പറഞ്ഞ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി വിക്രഞ്ചി കരണേ. 90 വയസ്സായി സംസ്കൃതത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നു. എന്തിനാ സംസ്കൃതത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത്? അത് പഠിച്ച് സംസ്കൃത ഗ്രാമർ പഠിച്ച് പാണിനി പഠിച്ച് പതഞ്ജലിയുടെ ഭാഷ്യം പഠിച്ച് എല്ലാം പഠിച്ചിട്ട് ഇവിടെ സമയം ചെയ്തിരിക്കില്ല. ഇവിടെ ഇതിനൊക്കെ സമയം. അത് തന്നെയല്ല ഇന്നത്തെ കുട്ടികൾ കോളേജിൽ സ്കൂളിലൊക്കെ പോയി കണക്ക് പഠിക്കുന്നു, ഭൗതിക ശാസ്ത്രം പഠിക്കുന്നു, അത് പഠിക്കുന്നു, തീര് പഠിക്കുന്നു, ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ വേദം പഠിക്കാൻ മറന്നു പോകും. നമ്പൂതിരിമാര് തന്നെ ബ്രാഹ്മണന്മാര് തന്നെ വേദം പഠിക്കുന്നവരല്ലേ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. എവിടെ സമയമില്ല, സമയമില്ല. പണ്ടൊക്കെ ചതുർവേദികളുണ്ടായിരുന്നു, 4 വേദം കൊടുത്തിട്ടുണ്ടായിരുന്നു ചതുർവേദി. പിന്നെ അത് 3ആക്കിയിട്ട് ത്രിവേദിയായി, പിന്നെ 2ആയി ദ്വിവേദിയായി, പിന്നെ 1ആയി വേദിയായി. ഇത് നമ്മൾ അവേദികളാണ്, നമ്മൾ അവേദികളായിരുന്നു. അപ്പോ ഇത് നമുക്കറിയാം, നമുക്ക് സമയമില്ല. ഈ ഒരൊറ്റ മഹാവാക്യം പ്രതിഷ്ഠാവാക്യം അതോടുകൂടി സർവവേദത്തിൻ്റെയും സാരാംശം അനുഭവം നമുക്കുണ്ടാവും. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം നമ്മൾ. ഇതും ഒന്ന് അറിഞ്ഞേക്കാം എന്ന് പറഞ്ഞാൽ പോലെ ഇത് അറിവിൻ്റെ പരിസമാപ്തിയാണ്, ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ പരിസമാപ്തിയാണ്. ഇതിനപ്പുറത്തൊന്നുമില്ല. യദ്ഗത്വാ നിവർത്തന്തേ തദ്ധാമകരം. എവിടെ എത്തിച്ചേർന്നാലാണ് തിരിച്ചു പോക്കില്ലാത്ത, വീണ്ടും ഈ സംസാര ചക്രത്തിലേക്ക് തിരിച്ചു പോക്കില്ലാത്ത ഒരറിവാണ്. അപ്പോൾ ഇവിടെ സീരിയസ് ആയിട്ട് നമ്മൾ ഒരു ആശയപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. അവിടെ പോയി വരാം, കുറച്ച് സമയത്ത് അവിടെ പോയിട്ട് വരാം, എന്നാൽ പോയിട്ട് ചെയ്യുന്ന കാര്യമല്ല. അവിടെ പോയിട്ട് നിങ്ങൾ തിരിച്ചു വരുന്നില്ല. അത്തരത്തിലുള്ള അറിവാണ് നമ്മുടെ സമൂലം മാറ്റിമറിക്കുന്ന ഒരറിവാണ്. നിങ്ങളെ ചിത്രശലഭമാക്കുന്ന ഒരറിവാണ്. പണ്ട് പുഴിയുന്ന പോലെ ഇലയിൽ നിന്ന് മറ്റൊരു ഇലയിലേക്ക് ഇങ്ങനെ പോയി ആ ചവർക്കുന്ന ഇലയൊക്കെ കഴിച്ചിരിക്കുകയാണ്. ചിത്രശലഭമായി തീർന്നാലോ എല്ലായിടത്തും പറന്നു കിടക്കാൻ. പിന്നെ നിങ്ങൾ എല്ലാ ചവർക്കുന്ന ഇല കഴിക്കില്ല. പിന്നെ അമൃതാണ്, തേനാണ്, മനോഹരമായ നിറവുകളും വെച്ചുന്നത് പറക്കാൻ കഴിയും. അത്തരത്തിലുള്ള അനുഭവമാണ്. തത്വമസി വേദം മുഴുവനും പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ദുഃഖം, ഉപനിഷത്തുകൾ മുഴുവൻ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ദുഃഖം. ഭാഗവതം പഠിച്ചിട്ടില്ല, ഉപനിഷത്ത് പഠിച്ച് ഭാഗവതം പഠിച്ചു, ഭാഗവതം പഠിച്ചു ജ്ഞാനവശം പഠിച്ചു, പതഞ്ജലി യോഗസൂത്രം പഠിച്ചു, പാണിനി പഠിച്ചു. പക്ഷെ നിങ്ങൾക്ക് കുറെ അറിവുകളൊക്കെ ഉണ്ട്. നിങ്ങൾ കണക്കറിയാം, ഫിസിക്സ് അറിയാം, എഞ്ചിനീയറിംഗ് അറിയാം, മെഡിക്കൽ അറിയാം. ഇത് മാത്രം പഠിച്ചില്ല. അപ്പൊ ഈ നിങ്ങളുടെ സമയം മുഴുവനും അത് പഠിക്കാനാണ് ഉപയോഗിച്ചത്. അപ്പൊ ഞാൻ നമ്പൂതിരിമാരും മറ്റേ ബ്രാഹ്മണന്മാരെ സംസാരിക്കും, വേദം അറിയില്ല, പക്ഷെ നല്ല എഞ്ചിനീയറാണ്, നല്ല ഡോക്ടറാണ്, നല്ല തിയറിറ്റിക്കൽ ഫിസിസിസ്റ്റാണ്. ജീവിതം മുഴുവനെ വേണ്ടി അവർ ഒഴിഞ്ഞു വെച്ചിരിക്കുക. അപ്പം ഈ വേദം മുഴുവനും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്നത്തെ കാലത്ത് ശരിയാണ്. ഇന്നത്തെ കാലത്ത് മുഴുവൻ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടതാണ്. നിങ്ങൾ ദുഃഖിക്കേണ്ട. ഈ തത്വമസി എന്നുള്ളത് വിചാരൻ്റെ വാക്യവിചാരം എന്ന് പറയുന്നത്. വാക്യവിചാരം ഗുരു ഉപദിഷ്ട വാക്യവിചാരം, ഗുരുവിൻ്റെ സഹായത്തോടുകൂടി വാക്യവിചാരം, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ വാചകത്തിൽ പദം വാക്യം, പദം എന്ന് പറഞ്ഞാൽ പ്രത്യേക വാക്ക്. വാക്യം എന്ന് പറഞ്ഞാൽ മതം കുറച്ച് പദങ്ങൾ കൂടിയത്, അതിനെയാണ് വാക്യം എന്ന് പറയുന്നത്. അപ്പൊ വാക്യവിചാരമാണ് എന്ന് നടത്തുന്നത്. ഇവിടെ ശ്രദ്ധിച്ച് ഇതിന് 3 പദങ്ങളുണ്ട്. പദം പദാർത്ഥം വാഗത്വായ സംപൃക്തവും പ്രതിപത്തയെ പിതരോന്റെ പാർവതി പരമേശ്വരൻ.
അപ്പോൾ വാക്കും അതിനർത്ഥം ഇപ്പോൾ ഒരുമിച്ചിരിക്കുന്നു. പാർവതി പരമേശ്വരന്മാർ ഒരുമിച്ചിരിക്കുന്ന പോലെ വാക്കും അതിൻ്റെ അർത്ഥം ഒരുമിച്ചിരിക്കും. പദം കുറച്ച് പദങ്ങൾ കൂടിയത് ഒരു വാചകം. അതിൻ്റെ വിശ്ലേഷണമാണ് തത് ത്വം അസി. അപ്പൊ എന്താണ് തത്? തത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മലയാളത്തില്? അത്. അപ്പൊ അത് എന്ന് പറയുന്നത് നിങ്ങൾ ചുറ്റും നോക്കിയാണ്. അപ്പൊ ഒരു കഴുത്തങ്ങനെ പോവുകയാണ്. അത് നീയാകുന്നു എന്ന് പറഞ്ഞാൽ ഗുരുജി നിങ്ങളായിരിക്കാതെ ഞാനല്ല. അപ്പൊ തത്വങ്ങളുടെ അർത്ഥം കണ്ടില്ല. അല്ലാതെ വെറും തത്വമസി രണ്ടാമത്തേതുകൊണ്ട് കാര്യമില്ല. അത് അതിനർത്ഥം മനസ്സിലാവും. അപ്പൊ തതിന് രണ്ട് തലത്തിലുള്ള അർത്ഥങ്ങൾ. ഒന്ന് പദാർത്ഥം, മറ്റൊന്ന് ലക്ഷ്യാർത്ഥം. അപ്പൊ വെറും പദാർത്ഥം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിന്റെ ലക്ഷ്യാർത്ഥം എന്തിനാണ് ദ്യോതിപ്പിക്കുന്നത്? ദ്യോതകമായ അർത്ഥം അതുകൂടി കണ്ടിരിക്കും. പദാർത്ഥം ലക്ഷ്യാർത്ഥം. അത് എന്താണെന്ന് അറിയണം. പിന്നെ മറ്റൊന്നെന്താണ്? ത്വം യു, നിങ്ങൾ. അത് നീയാണെന്നല്ല പറയുന്നത്. അപ്പൊ നീ എന്ന് പറയുമ്പോൾ എന്താണ്? ആരാണ് നീ? എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നീ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തെയാണ്, മനസ്സിനെയാണ്, ബുദ്ധിയാണ്, അഹങ്കാരത്തെയാണ്, മറ്റെന്തിന് നിങ്ങൾ നീ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അർത്ഥം നീ അതിൻ്റെ പദാർത്ഥമെന്ത്, ലക്ഷ്യാർത്ഥമെന്ത്, അനുഭവാർത്ഥം. പല ലക്ഷണങ്ങളുടെ അർത്ഥം. അത് പിന്നീട് വെർബാണ് ഒരു ക്രിയ. അതെന്താണ്? അസി. അസി അസി എന്ന് പറഞ്ഞാൽ നീ, അത് നീ ആകുന്നു, ആകുന്നു എന്നതാണ്. അത് ത്വം അസി, അത് നീ ആകും. ഇതിനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. അപ്പോൾ വളരെയധികം മന്ത്രങ്ങളും സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് മനസ്സിനെ ശുദ്ധമാക്കി പക്വമാക്കി സാധന ചതുഷ്ടയങ്ങളെല്ലാം നേടിയതിനു ശേഷം, സാധന ചതുഷ്ടയം എന്തൊക്കെയാ? സാധന ചതുഷ്ടയം വിവേക, വൈരാഗ്യ, ക്ഷമാദി, ഷഡ്സമയുക്തി. അപ്പൊ ആശ്രമത്തിൽ ഇത്രയും കാലം വന്നിട്ട് ഇതറിയില്ല. ആശ്രമത്തിൽ ഇത്രയും കാലം ഇരുന്നിട്ട് ഇതറിയില്ല. ബാക്കിയല്ല അറിയില്ല. വൈരാഗ്യം, ക്ഷമാദി, ഷഡ്സമയുക്തി. ഇതിനാണ് സാധന ചതുഷ്ടയം. കുറച്ചൊരു വൈരാഗ്യം നമുക്ക് വേണം. അതിന് കുറച്ച് വിവേകം ഉണ്ടായിരുന്നു. നിത്യാനിത്യ വസ്തു വിവേകം. സ്ഥിരമെന്ത് അസ്ഥിരമെന്ത്. അതേ കാര്യങ്ങൾ അസ്ഥിരമാണ്. എന്താ മിക്കതും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അസ്ഥിരമാണ്, സ്ഥിരമല്ല. നമ്മുടെ ബന്ധങ്ങൾ, സ്നേഹമുണ്ട്, ധനം, സമ്പത്ത് എല്ലാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും സ്ഥിരമാണ്. നമ്മുടെ ശരീരം തന്നെ സ്ഥിരമാണ്. ജനിച്ചപ്പോൾ ചെറിയൊരു എലിയെ പോലെ, പിന്നെ മുകളിലേക്കും സൈഡിലേക്കൊക്കെ വളർന്ന് ഇങ്ങനത്തെ അവസ്ഥയാണ്. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചുരുങ്ങി 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 ഇല്ലാതെ. ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ. ഇതിനാണ് നമ്മൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഇതാണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ അഘോരാണ് ഇപ്പൊ കുംഭങ്ങൾ നടക്കുന്നില്ല. അവിടെ അഘോരികളുണ്ട്. അവര് ഈ ശ്മശാനത്തിലായി ജീവിക്കുന്നതാണ്. ശ്മശാനത്തിൽ എന്നിട്ട് ആ ശ്മശാന ദഹിക്കുന്ന ശബദാഹം ഉള്ള അഗ്നിയുണ്ടല്ലോ, അതിൽ ആണ് അവർ ഭക്ഷണം നടത്തുന്നത്. വസ്ത്രവും ധരിക്കുന്നില്ല. ഓൾറെഡി ഒരു വസ്ത്രമുണ്ട്. നമ്മൾ കാണുന്നത് ഹനുമാന്റെ ഒക്കെ മൂർത്തിയില്ല, നല്ല ഭംഗിയായിട്ട് കടയിൽ കുത്തിയിരിക്കും. അതിൻ്റെ മുകളിലൊരു വേറൊന്നുണ്ട്, സ്വർണം കൊണ്ടുള്ള, വെള്ളി കൊണ്ടുള്ള. അപ്പൊ ഭംഗിയായിട്ട് കുത്തിയിരിക്കുക എല്ലാം മാറ്റും. ഇതുപോലെ നമുക്ക് ഓൾറെഡി ഒരു 3 ലെയറിൽ ശരീരമുണ്ട്, തുണിയുണ്ട്. എന്തൊക്കെയാണത്?
സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരമാകുന്ന വസ്ത്രങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ മേലെ വേറെ കെട്ടിവെക്കേണ്ട കാര്യമില്ല. അപ്പൊ അഘോരികൾ പറയുന്നത് ഞങ്ങൾക്ക് വസ്ത്രത്തിന് ഓൾറെഡി ഞങ്ങൾക്ക് 3 ലെവലുകളുണ്ട്. ഒരു അണ്ടർവെയർ, ഒരു ഓവർവെയർ, പിന്നെ ഒരു ബോട്ട്. ഇത്രയും പറയുന്നില്ല. അപ്പൊ അവർ വേറെ വസ്ത്രമുണ്ട്. നടക്കുന്ന നാഗസന്യാസികൾ, ദിഗംബരന്മാർ. എന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. പലതരത്തിലുള്ള ഭക്ഷണങ്ങളും കളറുകളും വെച്ചു. അങ്ങനെ നമുക്ക് കാണാനുള്ള അത് അവരവിടെ സീരിയസ് ആയിരിക്കും. ചില ആൾക്കാർക്ക് ഭയം തോന്നുന്നു ഓടി പോകും. ചില ആൾക്കാർ കൗതുകം തോന്നുന്നു കണ്ടെത്തുന്നു. ചില ആൾക്കാർ ജോയിൻ ചെയ്യും. ഒരു സിനിമാ നടിയുടെ അഹോളിയായിട്ട് പോയത് സിനിമാ നടിയാണ്. അവരെല്ലാം എത്ര കാലം നിന്ന് നമുക്കറിയില്ല. ഇത്തരത്തിലുള്ള ഒരു 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 ഞാൻ നീ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അത് അടുത്തത് ഇത് നമുക്കൊരു ജീവിതത്തെ നമുക്ക് ഒരു ചിത്രം വരയ്ക്കാൻ ട്രയാങ്കിൾ ട്രയാങ്കിളാണ് ആദ്യത്തെ രൂപം. ബിറ്റ്വീൻ 2 പോയിന്റ്സ് എ ലൈൻ. ആ ലൈനെ യോജിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു സ്പേസ് ആയി, ഒരു സർഫസ് അല്ലേ? അപ്പോൾ ഒരു ട്രയാങ്കിൾ ആദ്യത്തെ രൂപമാണ് ട്രയാങ്കിൾ. പിന്നെയാണ് സ്ക്വയർ, സർക്കിൾ. ഇപ്പൊ ട്രയാങ്കിളിന്റെ മുകളിൽ ആദ്യത്തെ ഏറ്റവും ടോപ്പിൽ ഈശ്വരൻ. അടിയില് ജീവജലം. ഈശ്വരൻ നമ്മൾ കേട്ടിട്ടില്ല. ഈശ്വരൻ എന്താ? ഈശ്വരൻ ഈശാവാസ്യമിതം സർവം എന്താണ് ഈശ്വരൻ? അതൊക്കെ പല സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദുമതം. മറ്റേ പാശ്ചാത്യ മതങ്ങളിൽ അവർക്ക് വലിയ സംശയമുണ്ട്. സംശയത്തിന് നിങ്ങൾ സംശയിച്ചാൽ നിങ്ങളെ കൊന്നുകളയും. ബ്ലാസ്ഫെമി എന്ന്. ആരാണ് നിങ്ങൾ ഈശ്വരനെ കുറിച്ച് സംശയം? ഹിന്ദു മതത്തിന് നിങ്ങൾ സംശയം നിങ്ങളെ പോയിട്ട് പൂജിക്കുന്നു. നിങ്ങളുടെ പ്രത്യേക വ്യാഖ്യാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പടവെടുത്ത് പൂജ പോയി അല്ലേ? ഹിന്ദു മതത്തിൽ ടവറുണ്ട്. അപ്പൊ ഈ ഈശ്വരൻ എന്താ? ജീവനുണ്ട്, ജീവചൈതന്യം. പിന്നെ മറ്റൊന്ന് ജഗത്ത് അല്ലെങ്കിൽ മായ, പ്രകൃതി. ഇത് മൂന്നിൻ്റെ ഒരു കളിയാണ് ജീവിതം. ഇനി ആ ട്രയാങ്കുലർ സർക്കിൾ, ആ സർക്കിൾ നമ്മൾ ബ്രഹ്മം, നിർഗുണ കേട്ടോ? നിങ്ങൾ നിർഗുണ പണ്ട് യു പിയിലൊരു ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അതിന്റെ പേര് ബഹുഗുണ. കേട്ടിട്ടുണ്ടോ? ബഹുഗുണ ഒരു സ്വാമിയുടെ അടുത്ത് വന്നു. എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് സ്വാമിയുടെ ഞാനോടില്ല. അപ്പോൾ ചീഫ് മിനിസ്റ്ററാണ്, വളരെ പവർഫുൾ പോപ്പുലർ ചീഫ് മിനിസ്റ്റർ. അദ്ദേഹം വന്നിട്ട് നമസ്കരിച്ച്, എന്താ അങ്ങയുടെ പേര്? ബഹുഗുണ. സ്വാമി പറഞ്ഞു, സോറി, ഞാൻ നിർഗുണനാണ്. അത് ബഹുഗുണ, നിർഗുണ, ബ്രഹ്മൻ. ഇങ്ങനെ 4 വാക്കുകളുണ്ട്. ഈശ്വരൻ, ജീവൻ, പിന്നെ ജഗത്ത്. ജഗത്തിനെ പ്രകൃതി, മായ, അജ്ഞാനം. അപ്പൊ ആദ്യം നമുക്ക് ഈ ജഗത്തിനാണ്. ജഗത്ത് എന്ന് പറയുന്നത് ലോകമാണ്.
ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് ഈ ലോകത്തിൻ്റെ സുഖം? എത്രമാത്രം ലോകം പോകും? എന്തൊക്കെയാണ് അതിൻ്റെ വിവിധമായിട്ടുള്ള ഭാവങ്ങൾ, രൂപങ്ങൾ, ഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ജഗത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ നിർവചനം തന്നെ ജായതേ ഗച്ഛതി ഇത് ജഗത്ത്. ഉണ്ടായി ഇല്ലാതാകുന്നതിനാണ് ജഗത്ത് എന്ന് പറയുന്നത്. ജായതേ ഗച്ഛതി, ജഗ 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 എന്ന് പറയുന്നത് ജായതേ ഗച്ഛതി ഇത് ജഗത്ത്. മറ്റൊരു നിർവചനം ദൃശ്യം, നാം കാണുന്നതെല്ലാം ജഗത്താണ്. അപ്പൊ കാണുന്ന പറഞ്ഞാൽ വെറും കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്നതിന് ജഗത്ത്. ദൃശ്യം ലോക്യതേ ഇത് ലോകം. ലോകം എന്ന് പറയും, ഈ പ്രപഞ്ചത്തെ നമ്മൾ ലോകം എന്ന് പറയില്ലേ. ഈ ലോകത്തിൽ ഇപ്പം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ലോകം. പിന്നെ ജഗത്ത് ത്വൈഷാവാസ്യമിതം സർവം ജഗത്യാം ജഗത്തേന തെക്തേന മുദ്രിത മാവൃത കസ്സുസൂതം. ജഗത്ത്, ഈ ജഗത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ജഗത്തോടാണ് നമ്മൾ മല്ലടിക്കുന്നത്. അപ്പൊ അതിന്റെ സ്വന്തം നമ്മൾ അറിയില്ല. ജഗത്ത് എന്താണെന്ന് അറിയണ്ട, വെറും വാക്ക് മാത്രം പോലെ അത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അപ്പൊ ജഗത്ത് എന്നത് മാറുന്നതെല്ലാം ജഗത്താണ്, ഉണ്ടായി ഇല്ലാതാകുന്നതെല്ലാം ജഗത്ത്. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളോട് അനുഭവിക്കുന്നതെല്ലാം ജഗത്ത്. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളും മനഃഷ്ടാനിന്ദ്രിയാണ്, മനസ്സും കൊണ്ട് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ 6 ഇന്ദ്രിയങ്ങളുണ്ട്. അപ്പൊ ചിലത് മനസ്സിലാണ്, ചിലത് മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെ ഉണ്ടാണ്. അതിനെല്ലാം അപ്പൊ അതിന് ലോകം, ജഗത്ത്, ദൃശ്യം, നശ്യം, നശിക്കുന്നത്, നിരന്തരം നശിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെ ലോകം എന്ന് പറയും. പിന്നെ ജഡം, ജഡം എന്ന് പറഞ്ഞാൽ ആത്മസത്തയില്ലാത്തത്, ഞാനെന്ന് പറയാത്തത്. ഞാനെന്ന് പറയാത്ത എന്തെങ്കിലും ഒത്തിരി ലോകത്തിലുണ്ട്. ഇപ്പൊ ഈ മേശയ്ക്ക് മേശ ഞാനെന്ന് പറയുന്നു. മേശ ഞാനെന്ന് പറഞ്ഞാൽ ഈ മേശ അടിച്ചു കഴിഞ്ഞാൽ മേശ പ്രതിഷേധിക്കുക, എല്ലാ മേശകളും കൂടിയിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ തന്നെ അടിച്ചു, ഞാൻ പ്രതിഷേധിക്കുന്നു, എനിക്കൊരു അസ്തിത്വമുണ്ട്, എനിക്ക് വ്യക്തിത്വമുണ്ട്. അപ്പൊ മേശയ്ക്ക് അഹംബോധമില്ല. അപ്പൊ അഹംബോധമില്ലാത്തതാണ് ഈ പ്രകൃതി. അപ്പൊ അതുകൊണ്ട് അതിനെ ജഡമെന്ന്, അഹംബോധം. നശ്യമാണത്, ദൃശ്യമാണത്, ലോകമാണത്, പ്രപഞ്ചം. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ കോൺസ്ട്രക്ട്, പൊട്ടുക, ഒരു ചമയമാണത്. എന്നിൽ നോക്കിയോ ഉണ്ടാക്കിയൊരു വസ്തു, അതിന് സ്വയം അസ്തിത്വമില്ല. അത് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ടാണ് പഞ്ചഭൂതങ്ങൾ അല്ലേ? പഞ്ചഭൂതങ്ങളിൽ നിന്ന് ചമച്ച ഒരു പ്രകൃതി, പ്രദർശന കൃതിയോഗ്യത്വ പ്രകൃതി, ഒരു കോൺസ്ട്രക്ട് ഉണ്ടാക്കി ഒരു ഡിഷുമായിരുന്നു. ഒരു ഭക്ഷണം, വെജിറ്റബിളും എണ്ണയും അഗ്നിയെല്ലാം ഉപയോഗിച്ച് നമ്മളൊരു ഡിഷ് ഉണ്ടാക്കുന്നത്, അതുപോലെയാണ് പ്രപഞ്ചം. അതിന് പല നൂലുകൾ ഉപയോഗിച്ച് നമ്മൾ ഒരു വസ്ത്രം ഉണ്ടാക്കി. ആ നൂലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വസ്ത്രം പോയി. അപ്പൊ അതുകൊണ്ട് അതിനെ പ്രപഞ്ചം, പ്രകൃതി, പ്രപഞ്ചന്റെ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കി. പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രദർശന. അപ്പൊ ഉണ്ടാക്കിയൊരു വസ്തുവിനെ നമുക്കാണ് ഇല്ലാതാക്കാൻ പറ്റും. ഉണ്ടാക്കിയതുകൊണ്ട് ഇല്ലാതാക്കാൻ അടിച്ചു പൊളിച്ച് അതെ അടിപൊളിയാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു വസ്തുവാണ് ഈ പ്രപഞ്ചം. അപ്പൊ ഇതിന് ലോകം, ജഗത്ത്, പ്രപഞ്ചം, ദൃശ്യം, നശ്യം, ജഡം എന്നൊക്കെ ഇതിന് പറയും. അതാണ് വാക്കിന്റെ അർത്ഥം.
ഈ പ്രപഞ്ചത്തിൽ പഞ്ചഭൂതങ്ങളുണ്ട് നമ്മൾ. പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് ഈ പ്രപഞ്ചം. പഞ്ചഭൂതങ്ങൾ എവിടെ നിന്നു? പഞ്ചഭൂതങ്ങൾ എന്തൊക്കെയാ പഞ്ചഭൂതങ്ങൾ? ആകാശം, വായു, അഗ്നി, ആവ, പൃഥ്വി. പഞ്ചഭൂതം. ഈ പഞ്ചഭൂതങ്ങൾ, ആകാശം, പൃഥ്വി വന്നത് വെള്ളത്തിൽ, ജലത്തിൽ നിന്ന്. കഥയില്ല. അതായത് ഭൂമി വെള്ളത്തിലേക്ക് ആണ്ടുപോയി, ഭഗവാൻ ഒരു രൂപമെടുത്തു, അവതാരം എടുത്തു, എന്നിട്ട് ഭഗവാൻ പ്രപഞ്ചത്തെ ധരിച്ചു എന്നുള്ള കഥയുണ്ട്. അത് ഇതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. മറ്റു വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി, വെള്ളപ്പൊക്കത്തിൽ ഈ ഭൂമി ആണ്ടുപോയി, അപ്പൊ ഭൂമി കരഞ്ഞു, അപ്പൊ ഭഗവാൻ അവതരിച്ചു, അല്ലേ? മത്സ്യപൂർണ്ണ വരാഹമായിട്ട് അവതരിച്ചു, എന്നിട്ട് ഈ സമയത്തിന് ഇടയ്ക്ക് പോയി ഇതിനെ ഉദ്ധരിച്ചു കൊണ്ടുവന്നു. ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ കഥ പറയാൻ നമുക്ക് കഴിയുന്നത് കാര്യം മനസ്സിലായില്ലേ? കഥയില്ലാത്ത കഥകളാണ്. അത് നമുക്ക് മനസ്സിലായി. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ പ്രകൃതി ഭൂതത്വം ഉണ്ടായത് ജലതത്വം. ജലം എവിടെ നിന്നുണ്ടായി? അഗ്നിയിൽ നിന്നുണ്ടായി. ജലം അഗ്നിയിൽ നിന്ന്. അത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ അഗ്നി നമ്മൾ വിശ്ലേഷിച്ചു കഴിഞ്ഞാൽ രണ്ട് ഹൈഡ്രജൻ ഓക്സിജനാണ്. ഹൈഡ്രജൻ കത്തുന്നത് ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വസ്തുവാണ്. അഗ്നിയാണ്. അപ്പൊ അഗ്നിയിൽ നിന്ന് വെള്ളമുണ്ടായി. അപ്പൊ ഉപനിഷത്തുള്ള കഥ പറയും, നിങ്ങൾക്ക് ഭയങ്കര ചൂട് തോന്നി നിങ്ങൾ വേർക്കും. അഗ്നിയിൽ നിന്ന് വെള്ളം ഉണ്ടായിട്ടുള്ള ഉദാഹരണമാണത്. ഭയങ്കര ചൂട് തോന്നിക്കഴിഞ്ഞാൽ വേർക്കില്ലേ? അപ്പൊ ചൂടിൽ നിന്ന് എങ്ങനെ വേർക്കും? അപ്പൊ അഗ്നിയിൽ നിന്നും ജലമുണ്ടായി. അഗ്നി എവിടെ നിന്നുണ്ടായി? വായുവിൽ നിന്നുണ്ടായി. തീ കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പം ഊതില്ല. ചെറിയ ചെറിയ ഉദാഹരണമാണ്. ചെറിയ ചെറിയ ഉദാഹരണം. ജലം വായു എവിടെ നിന്നുണ്ടായി? ആകാശത്തുണ്ടായി. ആകാശത്തിന് വായുവിന് സഞ്ചാരമുണ്ട്. ആകാശത്തോടെ പല തത്വങ്ങളുണ്ട്. സാങ്കേതിക അനുസരിച്ച് മഹത്വത്വം ഉണ്ടായി. മഹത്വത്വം, പിന്നെ ബുദ്ധി, പിന്നെ ആകാശം. നമ്മളതിനെ വേദാന്തത്തിൽ അതിനെ മഹത്വം. ഇപ്പൊ ആകാശം ഉണ്ടായി ത്രിഗുണങ്ങളിൽ നിന്നാണ്. അതാണ് ത്രിഗുണാത്മികമായ. ത്രിഗുണാത്മികമായ ആകാശം ത്രിഗുണങ്ങളിൽ നിന്നുണ്ടായി. ത്രിഗുണങ്ങൾ എന്താണ്? എന്തൊക്കെയാ ത്രിഗുണങ്ങൾ? ത്രിഗുണങ്ങൾ ദോഷങ്ങൾ. ത്രിഗുണം ആകാശം, വായു, സത്വ, രജസ്. ഈ ത്രിഗുണങ്ങൾ എവിടെ നിന്നുണ്ടായി? ത്രിഗുണങ്ങൾ. ശക്തി. ശക്തി എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ? സ്വകാമയത, സ്വകാമയത. ആ പൂർണ്ണതയിൽ ഒരു ആഗ്രഹമുണ്ടായി. ഞാൻ എല്ലാമായി തീരട്ടെ, എൻ്റെ ഈ പൂർണ്ണത പ്രകടിതമായി തീരട്ടെ. പാട്ടെല്ലാം പഠിച്ച ആൾക്കാർക്ക് പാട്ട് പാടണമെന്നില്ല. അതുപോലെ സ്വകാമയത പ്രജായേതി സദാവോ ഭക്ത്യത സദാവസ്തത്വ ഇദം സർവം സൃജത യജിദം കിഞ്ച തസ്സൃഷ്ട്വ തദേവാൻ പ്രാവിശതു എന്ന സജ്ജമാണ്. അപ്പൊ ഇങ്ങനെ അവബോധത്തിലുണ്ടാകുന്ന ഈ ഒരു ചിന്താ വിപ്ലവം, അതിൽ നിന്നാണ് ത്രിഗുണങ്ങളും പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും ഈ പഞ്ചഭൗതിക പ്രപഞ്ചങ്ങളും. ഇതിങ്ങനെ മൂന്ന് വസ്തുക്കളെ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇപ്പൊ ഷേക്സ്പിയർ ലിറ്ററേച്ചർ കുറച്ച് സാഹിത്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൽ എത്ര അക്ഷരങ്ങളുണ്ടായിരുന്നു? എത്ര അക്ഷരങ്ങളുണ്ടായിരുന്നു? 27 or 25 അക്ഷരങ്ങൾ ഇട്ടുണ്ട്. അതുകൊണ്ടെല്ലാം ഉണ്ടാക്കിയിരിക്കും. അപ്പൊ ചെറിയ ഈ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ലോകത്തിന്റെ ഹൃദയം എന്താണ്? വളരെ സിമ്പിളാണ്.
പൂർണ്ണതയുണ്ടായ ഈ അതെന്താണ് അതുകൊണ്ട് ഈ പൂർണ്ണത, ഈ ആനന്ദം, ഈ അളബോധം അത് തന്നെയാണ് ത്രിഗുണങ്ങളായിട്ട് മാറാതെ മാറിയാണ്. അതിൽ ത്രിഗുണങ്ങളും പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും. അപ്പൊ ഇതെല്ലാം ആനന്ദത്തിന്റെ അവതാരങ്ങളാണ്, ബ്രഹ്മത്തിന്റെ അവതാരമാണ്. അമിതാഭ് ബച്ചൻ കൂലിയായിട്ട് അഭിനയിക്കുന്നില്ല. അമിതാഭ് ബച്ചൻ കൂലിയായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയുന്നു, അദ്ദേഹം കൂലി നടക്കുന്നു, അദ്ദേഹം പുറത്ത് ഈ ഭാരങ്ങളെല്ലാം കയറ്റി വയ്ക്കുന്നു, വേറൊരു ഭാരം നോക്കിയിട്ട് അത് കാണുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊക്കെ സിനിമയിലാണ്. പക്ഷെ അമിതാഭ് ബച്ചൻ ശരിയാണ് ചെയ്യുന്നത്. കാരണം ഇത് അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സ് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ കാര്യം എന്നിട്ട് അതിന് പൈസ ചെയ്യും. ഇതാണ് നമ്മുടെ സ്വഭാവം. ഇതുപോലെ ബ്രഹ്മം സ്വയം മാറാതെ, അമിതാഭ് ബച്ചൻ സ്വയം മാറാതെ കൂലിയായി തീർന്നത് പോലെ ബ്രഹ്മം സ്വയം മാറാതെ ഇതെല്ലാം സ്വസ്വരൂപം അപരിത്യജ്യ രൂപാന്തരം. സ്വസ്വരൂപം അപരിത്യജ്യ രൂപാന്തരം, ഇതാണ് വിവർത്തമെന്ന്. പരിണാമമല്ല, പരിണാമന്റെ സ്വസ്വരൂപം പരിത്യജ്യ രൂപാന്തരം. അപ്പൊ ഇതൊരു വലിയൊരു ദർശനമാണ്. അത് ഈ മുഴുവൻ പ്രപഞ്ചം ബ്രഹ്മത്തിന്റെ സ്വരൂപം മാറാതെയുള്ള ആവിഷ്കാരമാണ്. പഞ്ചഭൂതങ്ങളായാലും ത്രിഗുണങ്ങളായാലും ത്രിദോഷങ്ങളായാലും എന്തായാലും ഇതറിയുമ്പോൾ നമുക്ക് സമാധിയായി. ഇത് തന്നെ വലിയൊരു സമാധിയുടെ ഗ്രന്ഥം. അപ്പോ ആ ഒരു മാറ്റമില്ലാത്ത ഒരു മാറ്റം, അതാണ് സംഭവിച്ചത്. അപ്പൊ ഈ ഉപനിഷത്ത് ദർശനം അനുസരിച്ച് സൃഷ്ടി എന്ന് പറയുന്നത് ഒരു വിവർത്തമാണ്, മാറാതെ എല്ലാമായി തീരുന്നതാണ് രചന. ഭഗവത്ഗീത 8ാമത്തെ ചാപ്റ്ററിൽ കർമ്മം എന്നുള്ളതാണ് നിർവചനം. ഇന്നത്തെ 8ാമത്തെ ചാപ്റ്ററിൽ കർമ്മം എന്നുള്ളതിനെ ഈ സൃഷ്ടിയായിട്ട് ഇങ്ങനെ പ്രഭവിക്കുന്നതിനെയാണ് കർമ്മം. നമുക്ക് നമ്മുടെ കർമ്മങ്ങളാണെങ്കിൽ ആക്കിപ്പറ്റും ഒരു ഫ്ലോ എക്സ്പീരിയൻസ്. വിസർഗ കർമ്മ സംഹിത, വിസർഗ ഭൂതഭാവോദ്ഭവകര വിസർഗ കർമ്മ സംഹിത. യഥാർത്ഥ കർമ്മം എന്നാണ് ഈ ഭൂതഭാവങ്ങളെ ഉണ്ടാക്കുന്ന ഒരു വിസർജനം, ഒരു ആത്മവിസർജനം. മമാത്മാ ഭൂതഭാവന എന്ന് പറയുന്നത് ഞാൻ തന്നെ എല്ലാമായി പോകുന്നു. മമാത്മാ ഭൂതഭാവന. അപ്പൊ ആ ഒരു ദൃഷ്ടി, പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചം. അപ്പൊ നമുക്ക് ചുറ്റുമെന്ന് പറയുന്നത് എന്തൊക്കെ അതിൽ ഉൾപ്പെടും? നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ഉൾപ്പെടും. ശരീരം പഞ്ചഭൂതമാണ്, മനസ്സും പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. ബുദ്ധിയും മനസ്സും അഹങ്കാരവും പഞ്ചഭൂതമാണ്. അഹങ്കാരം. അതുകൊണ്ടാണ് ഭക്ഷണം ഒരു 10 ദിവസം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അഹങ്കാരമൊന്നുമില്ല. പിന്നെ വടക്കും വയ്യ അത് ക്ഷേത്രത്തിനോട് പറഞ്ഞപ്പോൾ അധ്യക്ഷിച്ചില്ല. ഭക്ഷണം അഹങ്കാരമാണ്, അഹങ്കാരമാണ് ഭക്ഷണം. അതെ, പരീക്ഷണം 15 ദിവസം ഭക്ഷണം കഴിക്കണം. 15 ദിവസം ഭക്ഷണം കഴിച്ചിട്ട് സ്ട്രക്ചറിൽ കൊണ്ടുവന്നു, അച്ഛൻ്റെ അടുത്തേക്ക് ഉദാഹരണ അടുത്തേക്ക് കൊണ്ടുവന്നു. ക്ഷേത്രത്തിലെന്തോ മന്ത്രങ്ങളെ ചൊല്ലാൻ പറഞ്ഞു. ഒരു മന്ത്രമാണ് പ്രവിഭ, ഒരു മന്ത്രമാണ്. പിന്നെ കുറേശ്ശെ ഭക്ഷണം കഴിക്കും. ആ മന്ത്രങ്ങളെല്ലാം. അതിൻ്റെ അർത്ഥം എന്താണ്? ഭക്ഷണമില്ലെങ്കിൽ മന്ത്രമില്ല, ഭക്ഷണമുണ്ടെങ്കിൽ മന്ത്രമുണ്ട്. അതുകൊണ്ട് ഭക്ഷണമാണ് മന്ത്രം. സിമ്പിൾ ഇക്വേഷൻ. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഈ മനസ്സും ഭൗതികമാണ്, വൈദിക മന്ത്രങ്ങളും ഭൗതികമാണ്. കാരണം അത് ഓമിൽ നിന്നുണ്ടായി. അത് ഓമിന്റെ ആ
മൂന്നര മാത്രയും എന്നുള്ള. അതുകൊണ്ട് അത് ത്രൈഗുണ്യ വിഷയാവേദാനുസ്ത്രൈഗുണ്യോപപാഠ. ഭഗവൻ ഭഗവതിയിൽ പറയുന്നില്ലേ, ത്രൈഗുണ്യ വിഷയോവേദ അനുസ്ത്രൈഗുണ്യോപപാഠ. വേദിക മന്ത്രങ്ങളെല്ലാം ത്രിഗുണമയമാണ്, നിസ്ത്രൈഗുണ്യം. അതിനുപരിയായിട്ട് നമുക്ക് പോകാൻ. അപ്പോൾ ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഓർമ്മകളും എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അതിന്റെ സൂക്ഷ്മ പ്രപഞ്ചം, മറ്റു സ്ഥൂല പ്രപഞ്ചം. സ്ഥൂല പ്രപഞ്ചം സൂക്ഷ്മം, ഒരു കാരണപ്രപഞ്ചം. ഈ സ്ഥൂല സൂക്ഷ്മങ്ങൾക്ക് കാരണമായിട്ടുള്ള വാസനാമയമായിട്ടുള്ള ഒരു കാരണപ്രപഞ്ചം. ഈ കാരണത്തിനും അതീതമാണ് ശുദ്ധമായിട്ടുള്ള സത്യം. ഇതാണ് ജഗത്തിന്റെ സ്വരൂപം. ജഗത്തിന് അപ്പൊ ഈ ജഗത്തിന് കാരണമായിട്ടുള്ള എന്താണ്? ബ്രഹ്മമാണ്. ആ ബ്രഹ്മതത്വത്തിൽ ആത്മതത്വത്തിലാണ് ഈ ചലനം ഉണ്ടായത്. ചെറിയൊരു ചലനമാണ്. ഇഷ്ടവ്യാഹം ഇതം സർവം ഏകാംശേന സ്ഥിതമായി. ഈ മുഴുവൻ പ്രപഞ്ചം എൻ്റെ ചെറിയൊരു ഉത്തരീയത്തിൽ ചെറിയൊരു ചലനം മാത്രമാണ്. ഏകാംശേന സ്ഥിതം. അതാണ് ഈ പറയുന്നത്. വൃക്ഷമാണ്. ഈ ബ്രഹ്മത്തിൽ ഉണ്ടാകുന്ന ചലനമാണ്. ഈ ചലനത്തെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത്. ബ്രഹ്മാശ്രയ മായാസ്തി. അതായത് ഈ പ്രപഞ്ചമായി തീരുന്നതിനുള്ള ബ്രഹ്മത്തിന്റെ കഴിവിനെയാണ്, സ്വയം മാറാതെ പ്രപഞ്ചമായി ആവിഷ്കൃതമാകുന്ന ബ്രഹ്മത്തിന്റെ കഴിവിനെയാണ് മായ. അത് സ്വയം മാറാതെ അമിതാഭ് ബച്ചൻ കൂലിയായി തീരുന്നതിനുള്ള കഴിവിനെയാണ് അദ്ദേഹത്തിന് മായയാണ്. നമ്മളൊക്കെ പരിഭ്രമിച്ചു, അദ്ദേഹത്തിന് ഒരു പരിഭ്രമമില്ല. കാരണം എന്താണ്? കൂലിയുടെ പകരം അഭിനയിക്കുകയാണ്. അതെന്റെ സ്വരൂപമല്ല. അപ്പൊ ഈ ബ്രഹ്മാശ്രയമായ അതാണ് ഈ പ്രപഞ്ചമായിട്ടും പഞ്ചഭൂതങ്ങളും ത്രിഗുണങ്ങളായിട്ടും. അപ്പൊ ഈ ബ്രഹ്മാശ്രയമായ മായ ബ്രഹ്മത്തിൽ നിന്ന് വ്യത്യസ്തമാണോ? അല്ല. സ്വയം മാറാതെ എല്ലാമായി തീരുന്നതിന്റെ ബ്രഹ്മത്തിന്റെ ആന്തരികമായ കഴിവിനെയാണ് നാം മായ എന്ന്. അതാണ് ബ്രഹ്മാശ്രയ മായ. അപ്പൊ ഈ ബ്രഹ്മത്തെ, ആ മായാസ്വരൂപമായിട്ടുള്ള ബ്രഹ്മത്തെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരൻ അത് സഗുണമായിട്ട്, അത് ബ്രഹ്മത്തിന്റെ ഒരു കളിയാണ്, ഒരു തമാശ. ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാം. ബ്രഹ്മത്തിനൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അപ്പോഴാണ് നമ്മൾ കളിക്കുക. അല്ലെങ്കിൽ കാര്യമാണ്, അല്ലെ? എല്ലാ കാര്യമാണ്. അപ്പൊ ഇതിനെ നമ്മൾ ലീലാന്യായം എന്ന് പറയും. ബ്രഹ്മസൂത്രത്തില് ലീലാന്യായം, ബ്രഹ്മത്തിന്റെ ഒരു ലീലയാണ്. അപ്പൊ ആ ഒരു ബ്രഹ്മാശ്രയമായ സഗുണ ബ്രഹ്മം, സൃഷ്ടികർത്ത, രക്ഷ, സൃഷ്ടിസ്ഥിതി ലയ, അത് സഗുണ ബ്രഹ്മമായിട്ട് അത് ഈശ്വരൻ. അപ്പൊ ഈ ഈശ്വരഭാവം, ഈ അവസ്ഥയെ നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത് സൃഷ്ടിസ്ഥിതി ലയ കർത്ത, സർവജ്ഞ, സർവശക്തനാണ്. ഇങ്ങനെ ഈശ്വരന്റെ എല്ലാ നിർവചനങ്ങളും അപ്പൊ നമുക്ക് ഈശ്വരനെ കുറിച്ചാണ് കുറച്ച് ധ്യാനിക്കേണ്ടത്. അത് നമ്മൾ നാളെ ചെയ്യും. ഇപ്പൊ പ്രപഞ്ചത്തെ കുറിച്ചാണ് അറിഞ്ഞെന്ന് വിചാരിക്കുന്നത്. ഇനി ഈശ്വരനെ കുറിച്ച്, പിന്നെ ജീവനെ കുറിച്ച്, പിന്നെ ഈ തത്വമസി, തത്വമീശ്വരനെ എവിടെ ചെയ്യാൻ, പിന്നെ ഇതെല്ലാം ഒന്നാണെന്ന് പറയുന്നതാണ്. ഈ 2 ദിവസം കൂടിയുണ്ട്. നാളെ
നാളെ 5:30. സംശയങ്ങളുണ്ടെങ്കിൽ ഒരു സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊരു കടലാസിൽ എഴുതി വെച്ചാൽ നാളെ ഞാൻ